ഇന്റലിജന്റ് ആയ പുതുതലമുറയ്ക്ക് ഇന്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സസ്. ലേൺ ACCA ഇന്റഗ്രേറ്റഡ് BCom only from Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് സെറ്റ്. മരം കത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മരത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളെ നമ്മൾ കാണില്ലല്ലോ. ലാൽസാർ ആയതുകൊണ്ടാണ് കേട്ടോ, അത് ലാൽസാർ ആയതുകൊണ്ടാണ്. അത് ലാൽസാറ് മുഖം സിലൗട്ടിൽ നിന്നാലും അതിന്റെ പവർ വേറെയാണ്. മണി എന്ത് ചെയ്യുന്നറിയോ? മണി ആ ഹെലികോപ്റ്ററിന്റെ മെഷർമെന്റ് എടുത്തിട്ട് ആ ഫുൾ 2 ചോപ്പർ ഉണ്ടാക്കി. ലഡാക്കിൽ അത് ഷൂട്ട് കഴിഞ്ഞ് വീണ്ടും ലോഡ് ചെയ്ത് പെരുമ്പാവൂർ ഇപ്പൊ ഗോഡൌണിൽ വീണ്ടും ഇരിക്കുന്നുണ്ട്. ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് ഇത്രയും പീസായിട്ട് തെറിക്കുന്നുണ്ട്. ഇതിലൊരു റീടേക്ക് പോസിബിലിറ്റികൾ വരാറുണ്ട്? ഇല്ല, ഒരിക്കലും റീടേക്ക് പോസിബിലിറ്റി നമുക്ക് ഇല്ല അതിനകത്ത്. ആ സിംഗിൾ ഷോട്ടും ഞങ്ങള് ചർച്ചതിനകത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരു ടീം അപ്പുറത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. 1-2 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് അത്രയും ആൾക്കാർ കോർഡിനേറ്റ് ആ സിംഗിൾ ഷോട്ടിലേക്ക് അവിടെ എത്തിച്ചിരിക്കുന്നത്. ആ സിംഗിൾ ഷോട്ട് അവസാനിക്കുന്ന ബ്ലാസ്റ്റിലാണ് അവസാനിക്കുന്നത്. അപ്പൊ ഒരു ജസ്റ്റ് അത് പാളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ പെർഫെക്ഷൻ വേണമെന്നാണ്. പ്രസംഗം തുടങ്ങുമ്പോൾ ത്തിന്റെ വരികൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മഞ്ജുവിന് കോൺഫിഡൻസ് എന്ത് രസമായിട്ടാണ് മഞ്ജു ചെയ്യുന്നത്. ആദ്യം ലാലേട്ടന്റെ എൻട്രി ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് വരുന്ന ഒരു എൻട്രി ഡയലോഗ് അയ്യോ, അത് ഗ്രേറ്റ് സീക്രട്ട് ആണ് പറയണോ. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ അന്ന് ചെയ്തപ്പോൾ ഏകദേശം 30 കോടിക്ക് മുകളിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. അന്ന് ആ ദിവസങ്ങളിൽ 30 കോടിക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുന്നൊരു സിനിമ ഇല്ല. ദ ക്യൂ ഷോ ടൈമിൽ സുജിത് വാസുദേവ് മോഹൻദാസ്, വെൽക്കം. എമ്പുരാന്റെ ഇനീഷ്യൽ ഡിസ്കഷൻസ് എല്ലാം തുടങ്ങുന്നതും ഇപ്പോൾ ഈ റിലീസാവുന്ന ഈ ദിവസം വരെ ആളുകൾ സംസാരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ്ലി പറഞ്ഞത് സിനിമയുടെ വലിപ്പത്തെ പറ്റിയാണ്. മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമ, ഇതിൻ്റെ സ്കെയിലിൽ വിഷ്വൽ ഗ്രാമറിലൊക്കെ ഇതിൻ്റെ വലുപ്പം വലുതാണ്. മൾട്ടിപ്പിൾ ലൊക്കേഷൻ, സിനിമ പറയുന്ന കോണ്ടന്റ് അത്രയും വലുതാണ്. ഈ സിനിമയുടെ വലുപ്പം ടെക്സ്റ്റിൽ വരുന്നു, നിങ്ങളത് വായിക്കുന്നുണ്ട്. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ഒരു സിനിമാറ്റോഗ്രാഫറുടെ വിഷ്വൽ, ആർട്ട് ഡയറക്ടറുടെ ഈ വേൾഡ് സെറ്റിംഗ്, ഇത് നിങ്ങൾക്ക് എത്രമാത്രം ചലഞ്ചിങ് ആയിരുന്നു, അതോ ഭയങ്കര ഈസി ആയിരുന്നു? അയ്യോ, ഡെഫിനറ്റ്ലി ചലഞ്ചിങ് ആണ്. ഇത് ഇതുവരെ നമ്മൾ മലയാള സിനിമയിൽ ചെയ്തിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത്. പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സെറ്റ് ഇടാം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വിഷ്വൽ കാണാം എന്നൊക്കെയുള്ളതല്ലാതെ നമ്മൾ മലയാളികൾക്ക് മുമ്പിൽ ഒരു വലിയ പ്രോജക്റ്റായിട്ട് നമ്മൾ വയ്ക്കുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കുറവും വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ. അപ്പോൾ അത് എസ്പെഷ്യലി പൃഥ്വിരാജ് എന്ന് പറഞ്ഞ സംവിധായകൻ ഭയങ്കര ഒരു വിഷനുള്ളൊരു കക്ഷിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വിഷനെ നമ്മൾ ചലഞ്ച് ചെയ്ത് നമ്മൾ കൂടെ നിൽക്കണം എപ്പോഴും. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിഷന് തൊട്ടടുത്തോ അതിൻ്റെ അപ്പുറത്തേക്കെങ്കിലും എത്തിയാലാണ് പുള്ളിക്കൊരു സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പം പുള്ളി ഒരു നല്ലൊരു പെർഫെക്ഷനിസ്റ്റാണ്. ഇപ്പം പുള്ളിയെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഒരു ചലഞ്ച്. അപ്പം അതിനപ്പുറത്തേക്ക് നമുക്ക് എത്തുമ്പോഴാണ് പുള്ളിക്കൊരു സന്തോഷം കിട്ടുക. സോ അതെപ്പോഴും നമ്മൾ ഞാൻ എൻ്റെ ഭാഗത്തുനിന്നും ഡെഫിനറ്റ്ലി മോഹൻദാസ്, ഞങ്ങൾ മണി എന്നാ വിളിക്കാറ്. എല്ലാവരും മണി. അതെ. അല്ല, നമ്മളിപ്പം ശരിക്കും ആ ഒരു സെറ്റിന് തന്നെ ഇപ്പം കരഘോഷിന്റെ ഒരു സെറ്റിന് കാര്യം മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മാത്രം എടുക്കുകയാണെന്ന് നമ്മളത് പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ശരിക്കും വിദേശത്തൊക്കെ നമ്മൾ ആലോചിക്കാന്നുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിലിപ്പം അബുദാബിയിൽ സെറ്റ് ഇടാം, അല്ലെങ്കിൽ പുറത്ത്. ശരിക്കും അത് വിദേശത്ത് നടക്കുന്ന ഒരു പരിപാടിയാണ്. സെനഗൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നീട് അവിടെ നിന്നുള്ളൊരു ഇപ്പം ഇവിടുന്ന് ക്രൂ എല്ലാം അങ്ങോട്ട് ട്രാവൽ ചെയ്യലും അതിൻ്റെ ഒരു ബഡ്ജറ്റും ഒക്കെ കൂടി എടുത്തപ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ മാതിരി തോന്നി. പിന്നെ അത് ഒരു വലിയ ടീമുണ്ട് അതിനകത്ത്, സ്പെഷ്യൽ എഫക്റ്റിൻ്റെ ആൾക്കാർ, എക്സ്പ്ലോസീവിൻ്റെ ആൾക്കാർ, ഫയറിൻ്റെ ആൾക്കാർ, പിന്നെ നമ്മുടെ തന്നെ ടോട്ടൽ ക്രൂ, മറ്റേ ക്യാമറ അല്ലെങ്കിൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ക്രൂ മൊത്തം, കോസ്റ്റ്യൂം എല്ലാം അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ആൾക്കാരും അതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാവരെയും അങ്ങോട്ട് അക്കോമഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് പിന്നെ നമ്മളത് നമ്മുടെ ചെന്നൈയിലാണ് അത് അവസാനം സെറ്റ് ഇട്ടത്. സംഭവം അല്ലെങ്കിൽ ഈ ടീച്ചർ വരുമ്പോഴാണെങ്കിലും ഈ ഗോസ്റ്റ് ടൗൺ ആണല്ലോ ആദ്യം കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ പൊതുവെ ഇറാഖ് ഗോസ്റ്റ് ടൗൺ എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 130 ഫീറ്റ് സംതിങ് എന്തോ ഉണ്ട്. നല്ല ഹൈറ്റും ഉണ്ട്. ആൻഡ് ഇറ്റ് ലുക്സ് അവിടെ വന്നാൽ അറിയാം അതൊരു ഭയങ്കര റിയൽ ആയിട്ടാ തോന്നുക. എക്സ്റ്റൻഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് എക്സ്റ്റൻഷൻ എല്ലാം കൂടി നമുക്ക് മലയാള സിനിമയിൽ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ where we shot, that instant where we shot, that is
പ്യൂർലി സെറ്റ്, പ്യൂർലി യു വിൽ ഫീൽ ദാറ്റ് ഇറ്റ്സ് ഒറിജിനൽ. അതുപോലെ ചെയ്തിട്ടുണ്ട്. പലരും അത് അവിടെ വന്ന ആൾക്കാർ ഇങ്ങനെ വാവ് എന്ന് പറയാതെ പോയിട്ടില്ല സെറ്റിനകത്ത്. അത് അത്രയും ഇപ്പം ഇപ്പൊ ഡയറക്ടറിന് പറഞ്ഞ കാര്യം വെച്ചാൽ പുള്ളി അവിടെ നിന്ന് മുകളിൽ നിന്ന് ട്രാവൽ ചെയ്ത് റോപ്പിൽ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഹൈറ്റ് ഭയങ്കരമായിട്ട് വേണം എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു ഡിമാൻഡ് പുള്ളി പറഞ്ഞിരുന്നത്. അപ്പൊ അത് ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമ്മളത്. എനിക്കൊന്ന് ഇത് കേൾക്കുമ്പോഴേ എല്ലാവരും ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ക്യൂരിയോസിറ്റി വരുന്നത് ഇത് ഈ എക്സ്പ്ലോഷൻ ആണല്ലോ, ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് ഇത്രയും പീസായിട്ട് തെറിക്കുന്നുണ്ട്, ഇതിലൊരു റീടേക്ക് പോസിബിലിറ്റികൾ വരാറുണ്ടോ? ഇല്ല, ഒരിക്കലും റീടേക്ക് പോസിബിലിറ്റി നമുക്ക് ഇല്ല അതിനകത്ത്. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ ക്യാമറ ആംഗിൾസും അതിന്റെ ലിമിറ്റ്സും എക്സ്പ്ലോഷന്റെ ഇന്റൻസിറ്റിയും ഒക്കെ ആദ്യമേ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ജഡ്ജ് ചെയ്തിട്ടാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. അതൊരു റീടേക്ക് പോസിബിലിറ്റി ഇല്ല. അതായത് ഇത്രയും ഹ്യൂജ് ഒരു പരിപാടി ഇട്ടിട്ട് പിന്നെ റീടേക്ക് ആണെങ്കിൽ ഏകദേശം ഒരാഴ്ച എടുക്കും അത് ബിൽഡ് ചെയ്ത് വരാനായിട്ട്. അല്ല ഡയറക്ടർ ചോദിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ഈ അത് ബ്ലാസ്റ്റിന്റെ സമയത്ത് നമ്മളെ എക്സ്പ്ലോഷനിലകത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി ചോദിച്ചത് എടാ സെറ്റ് അവിടെ നിൽക്കുവോ, അത് സെറ്റ് മൊത്തം അറിയാം, സെറ്റ് നിൽക്കും, പക്ഷെ പിന്നെ സെറ്റിന് എത്രത്തോളം ഡാമേജ് ഉണ്ടാവും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സെറ്റ് പെർഫെക്റ്റ് ആയിട്ട് നിന്നിരുന്നു, അനങ്ങിയിട്ടില്ല. പക്ഷെ നമ്മൾ ആ ബ്ലാസ്റ്റിനെ അവിടെ എന്താണോ വെച്ചത് അത് മാത്രം തന്നെ എക്സ്പ്ലോഷൻ ആയിട്ടുള്ളൂ, വേറെ എനിക്ക് തോന്നുന്നത് ഒരു 140 ഫീറ്റ് എബോ ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, വിത്ത് നമ്മുടെ ആ ക്രോസ് ഉണ്ടല്ലോ താഴേക്ക് വരുന്നത്, ആ ക്രോസ് ഉൾപ്പെടെ എനിക്ക് 150 ഫീറ്റ് ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഇതിൽ ആഡ് ഓൺ ചെയ്തിരിക്കാനുള്ളത് ഈ നമ്മുടെ സിനിമയുടെ വലിപ്പം പറഞ്ഞു, ഇതിൽ കിട്ടുന്ന ടെക്സ്റ്റ് വിഷൻ ഇതിലൊക്കെ നമ്മളുടെ സൈഡിൽ നിന്നുള്ള ഇംപ്രവൈസേഷൻ എപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടെ നമ്മളിടുന്ന ഒരു ഫൈനൽ ചെറിയ ടോപ്പ് പോലെയുള്ള നമ്മുടെ ഇംപ്രവൈസേഷൻ ആണല്ലോ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളോട്ടൊക്കെ പോകുന്നത്, മോർ ദാൻ സ്ക്രിപ്റ്റ്, നരേഷൻ, ഫീഡിനൊക്കെ അപ്പുറത്തോട്ട്. ഈ വിഷ്വലിൽ ശരിക്ക് എന്തായിരുന്നു ചലഞ്ച്, ആർട്ടിൽ എന്തായിരുന്നു ചലഞ്ച്? കരഘോഷ് സെറ്റിനകത്താണ് നമ്മൾ ചേർച്ചിനകത്ത് ഇന്റീരിയർ നമ്മൾ ഡിസൈൻ ഇപ്പം മണി ഇതുപോലെ ഞാൻ മണി എന്ന് വിളിക്കുന്നുണ്ട് ഇതിനകത്തും മോഹൻദാസ് എന്നാണ് മണി എന്നാണ് നിങ്ങൾ വിളിക്കുന്നത് വീണ്ടും പറയാം, എല്ലാവരും അങ്ങനെ തന്നെ വിളിക്കുന്നത്. അല്ല, ആ ഒരു വലിയ ഹ്യൂജ് സെറ്റിനകത്ത് നിന്ന് നമ്മൾ ഇവിടെ വളരെ ആദ്യം മുതൽ സെറ്റിന്റെ മിനിയേച്ചർ കാണിക്കുന്നത് മുതൽ നമ്മൾ ഇതിനകത്ത് നിന്ന് സ്ട്രീറ്റ് ലൈറ്റ്സ് അകത്തേക്ക് വരണം എന്ന് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനൊരു ബിൽഡ് ചെയ്തിട്ട് പിന്നെ അതൊരു ഒരു പ്രോപ്പർലി നമുക്ക് കൃത്യം കൺട്രോളിലുള്ള സെറ്റാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ലൈറ്റിംഗ് കുറെ പരിമിതി ഉണ്ടായിരുന്നു. അവിടെ അപ്പുറത്തും ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഓപ്പൺ ഏരിയ ആണല്ലോ, നമുക്കിപ്പം വളരെ ഓപ്പൺ ഏരിയ ആണ്. പക്ഷെ കുറച്ച് ബിൽഡിങ്സ് ഉണ്ട് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തത്. അപ്പം ലൈറ്റ്സ് ചെയ്യാൻ അത് ലൈറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങള് അവിടെ കെട്ടിത്തൂക്കിട്ട് കാര്യമില്ല, ഹാങ് ചെയ്തിട്ട് കാര്യമില്ല, അങ്ങ് കിട്ടില്ല. അപ്പൊ അതിനും കുറച്ചുകൂടി മുകളിൽ ഞങ്ങൾ ലൈറ്റ് വെക്കണം. ആ ലൈറ്റ് വെക്കുമ്പോൾ ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഹോളുണ്ട്, അതിനകത്തൂടി മറ്റ് എക്സ്റ്റീരിയർ ലൈറ്റ് പാസ്സാവും, നാച്ചുറൽ ലൈറ്റ്. അപ്പൊ അതിന് ഈ സ്ട്രീക്ക് കിട്ടില്ല. അങ്ങനെയുള്ള ചലഞ്ചസ് എടുത്ത് അതെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 ദിവസം ടോട്ടലി എടുത്തിട്ടാണ് അത്രയും സ്ട്രീക്സും കാര്യങ്ങളും ഉണ്ടാക്കി. അത് തന്നെ കുറച്ച് അങ്ങോട്ട് മാറ്റും ഇങ്ങോട്ട് മാറ്റും, നല്ല എഫോർട്ട് എടുത്തിരുന്നു അതിനകത്ത്. ആർട്ടിൽ ശരിക്കും എന്താ ചലഞ്ച്? ഇത് മാത്രമല്ല, അല്ലാതെയും ഈ സിനിമയെ ടോട്ടാലിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കരഘോഷ സ്ട്രീറ്റിന്റെ തന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ഫസ്റ്റ് അതിനൊന്ന് സ്കെച്ച് ചെയ്തു. നമ്മള് സ്ക്രിപ്റ്റ് വായിച്ചപ്പം ഡയറക്ടർ ഒന്ന് സ്കെച്ച് ചെയ്ത് കാണിച്ചു, സുചേട്ടനെ എല്ലാം കാണിച്ചു. അപ്പം രാജേട്ടൻ പറഞ്ഞങ്ങനെ പരിപാടി ഓക്കെയാണ്, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടോട്ടൽ ഒരു പ്ലാനും പരിപാടിയും സെറ്റ് ചെയ്യണം പറഞ്ഞു. പ്ലാനൊക്കെ വരച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു മിനിയേച്ചർ ഉണ്ടാക്കാം, എന്താണ് ഇതിൻ്റെ ഒരു പരിപാടി എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ മിനിയേച്ചർ ഉണ്ടാക്കി രാജേട്ടനെ കാണിച്ചു. പുള്ളി ഓക്കെ, ചേർച്ചും സ്ട്രീറ്റും എവിടുന്ന് ഇറങ്ങി വരണം, ഇത്രയും ദൂരത്തിലാണ് നമ്മൾ പോകുന്നത്, ഇവിടെ ഇന്നതുണ്ടാവും, ഇവിടെ ഈ കാറുണ്ടാവും, ഇവിടെ മറ്റേ ഇതുണ്ടാവും, ഇത്രയും കാറുകൾ ഇവിടെ ഉണ്ടാവും, ടാങ്കർ ഇവിടെ ഉണ്ടാവും, ഇതെല്ലാ സാധനങ്ങളും വളരെ കൃത്യമാണ്. അതുകൊണ്ട് എന്താ അറിയാവോ, അവിടെ ചെന്ന് നിന്നിട്ട് പിന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ല. ഇന്നതുപോലെ അയ്യോ ഇവിടെ നമുക്കിപ്പം നമ്മുടെ മിഷൻ മെനുവിന് നടന്നു അവിടുന്ന് അവർ ആ ഫസ്റ്റ് ഷോട്ട് അതാണ്. അതെ, അവന്റെ ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു, നടന്ന് വാക്ക് ചെയ്ത് മറ്റേ ചർച്ചിന്റെ അടുത്ത് എത്തുന്നു, അവിടുന്ന് ബ്ലാസ്റ്റ് ആ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് എല്ലാം നമ്മൾ മിനിയേച്ചറിൽ ഷോട്ടാണ്. ഞാൻ അടുത്തതിലോട്ട് വരുമായിരുന്നു. സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ ഹിറ്റ് ചെയ്യുന്ന ലോക്ക് ചെയ്യുന്ന ഷോട്ടിലാണല്ലോ, ഇവരെ ഫോളോ ചെയ്ത് വന്ന് എത്തി. നമുക്ക് എന്തോ ഉണ്ടാവും അറിയാം, ലാസ്റ്റ് എപ്പോഴാണ് നമുക്ക് അറിയത്തില്ല. അവിടെയാണ് കിക്ക് ചെയ്ത ആളുകളൊന്നും സ്റ്റക്കായി നിൽക്കുന്നത്.
ഇത് നമ്മൾ ഈ പറഞ്ഞ ഈ ഗോസ്റ്റ് ടൗൺ പറയുന്നു, അതിന്റെ എഫേർട്സ് ആ പറയുന്നു. സിംഗിൾ ഷോട്ടും ഞങ്ങളിപ്പോ ഞങ്ങൾ ചർച്ചതിനകത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരു ടീം അപ്പുറത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഓക്കെ, 1-2 ദിവസം അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് അത്രയും ആൾക്കാർ കോർഡിനേറ്റ് ചെയ്ത് ആ സിംഗിൾ ഷോട്ടിലേക്ക് അവിടെ എത്തിച്ചിരിക്കുന്നത്. ആ സിംഗിൾ ഷോട്ട് അവസാനിക്കുന്ന ബ്ലാസ്റ്റിലാണ് അവസാനിക്കുന്നത്. അപ്പൊ ഒരു ജസ്റ്റ് അത് പാളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ പെർഫെക്ഷൻ വേണമെന്നാണ്. ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്ന ഗൂസ് ബംസ് മൊമെന്റുകളിൽ ഒന്നാണ് ഈ സ്റ്റീഫന്റെ കംബാക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ലൂസിഫർ കണ്ട് അതിന്റെ ഹാങ് ഓവറിലുള്ള ഓഡിയൻസിന് ഏതോ പോയിന്റിൽ ഇവരെ ആഗ്രഹിക്കുന്നതും ഭയങ്കര ഗ്രീഡി ആയിട്ടിരിക്കുന്നതും ക്രേവ് ചെയ്യുന്നതും സ്റ്റീഫനെ ഈ പറഞ്ഞ മുണ്ട് മടക്കി കുത്തി ഇയാളിപ്പോ വരും എന്താ അവിടെ കാണിക്കുന്നതാണ്. അത് എനിക്ക് തോന്നുന്നു സിനിമയുടെ ഏറ്റവും രസമുള്ള പോയിന്റിലാണ് അത് പ്ലേസ് ചെയ്യുന്നതും ആ കംബാക്ക് മൊമെന്റുകളെല്ലാം. അതിന്റെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അതായത് ഈ പറഞ്ഞ പെട്രോൾ ബോംബ് വരുന്നത് മുതൽ അവിടെ നിന്ന് നമ്മൾ ചാർജ്ഡാണ്. സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, പെട്രോൾ ബോംബ് അവിടെ നിന്ന് ചാർജ് ചെയ്ത് ആ ഫയറിങ് തുടങ്ങിയിട്ട് ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന സിംബോളിസം അവിടെ വരുന്നുണ്ട്. ആ ഫയർ അതിന് തൊട്ട് മുന്നേ മഞ്ജു ഫോൺ കോൾ വരുന്നത്, ഞാൻ പോയാൽ എന്ന് ചോദിക്കുന്ന സ്ഥലത്ത് നിന്ന് ആക്ച്വലി അതൊരു ക്ലാപ്സ് തുടങ്ങുന്നുണ്ട്. അവിടെ തുടങ്ങിയാൽ വണ്ടി എടുക്കൂ എന്ന് പറയുന്ന പിതംബരങ്ങൾ ഞാൻ പോകും, നമുക്ക് പോകാം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അത് വീണ്ടും ഹൈ ആവും. അവിടെ തന്നെ ഇതല്ല, ഈ കാറല്ല, മാറിപ്പോയി. എന്നിട്ട് തിരിച്ച് നമ്മള് സ്റ്റേജിലെത്തി അവര് പ്രസംഗം തുടങ്ങുമ്പോ ത്തിന്റെ വരികൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ മഞ്ജുവിന് കോൺഫിഡൻസ് എന്ത് രസമായിട്ടാ മഞ്ജു ചെയ്യുന്നത്. ആദ്യം വളരെ ഒന്ന് വേണോ വേണ്ടത് എന്താ പറയേണ്ട കൺഫ്യൂഷൻ, പിന്നെ ഒരു കോൺഫിഡൻസ് വെച്ചിട്ടൊരു പെർഫോമൻസ്. അങ്ങനെയുള്ള കുറെ മൊമെന്റ്സ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് തിയേറ്ററിക്കൽ മൊമെന്റ്സ് ആണ്, ഹൈലൈറ്റുള്ള മൊമെന്റുകളാണ്. ഈ ചോദിക്കാൻ അവിടെ നിന്ന് ഈ പറഞ്ഞ ചേസ് ഓട്ടം ഇതെല്ലാം വന്ന് സ്റ്റീഫൻ വരുന്നു. ഈ ടീസർ ഇറങ്ങിയപ്പോൾ ട്രെയിലർ ഇറങ്ങിയപ്പോഴൊക്കെ എല്ലാവരും സംസാരിച്ചിരുന്ന ഒരു ഷോട്ട് ഈ പറഞ്ഞ ട്രീ ബേൺ ആയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ചോദിക്കാനുള്ളത്, ഒന്ന് നൈറ്റില് ഈ ഫയർ വേണം, കൈൻഡ് ഓഫ് സെൽ ഔട്ടിലാണ് സ്റ്റീഫൻ പ്രസന്റ് ചെയ്യുന്നത്. അവിടെ വിഷൻ വിസിബിൾ ആക്കുന്നത് ചില പെർട്ടിക്കുലർ പോയിന്റുകളാണ്. ഈ പറഞ്ഞ ബേണിംഗ് ഓവർ ആവാൻ പാടില്ല, അതിന് ലിമിറ്റ് ഉണ്ട്. ഈ വിഷ്വലിന് ആവശ്യമുള്ള ലൈറ്റിംഗ് ആ ബേണിംഗിൽ കിട്ടണം. ആ ഒരു സീക്വൻസിന്റെ സെറ്റിംഗ് അതിപ്പോ ഞങ്ങൾ അതിന്റെ ഒരു വളരെ സത്യാവസ്ഥ പറഞ്ഞാൽ സിനിമ ഇനിയും കുറച്ച് കൂടുതൽ ഓടണം. അതുകൊണ്ട് തന്നെ അങ്ങനെ മുഴുവൻ പറയുന്നില്ല. എന്നാൽ പോലും അതിനകത്ത് ഒരു കലാസംവിധാനം അതിനകത്തുണ്ട്. ശരിക്കും നമ്മള് ഈ ഒരു ഫോറസ്റ്റ് നമ്മൾ ഫ്ലോറിൽ സെറ്റ് ഇട്ടാലൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ചില പ്രാക്ടിക്കൽ ഇഷ്യൂസ് കൊണ്ട് നമ്മൾ ആ പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഒറിജിനൽ ഫോറസ്റ്റിൽ തന്നെ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ഒറിജിനൽ ഫോറസ്റ്റിലാണ് അത് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു മരം നമ്മൾ റീക്രിയേറ്റ് ചെയ്തു. പിന്നെ കുറച്ച് മരങ്ങളോടെ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മരങ്ങളോടെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ഗ്യാസിലൂടെ നമ്മൾ ഫയറിങ്ങും പരിപാടി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ സുഹിത്തേട്ടൻ്റെ ഒരു മാജിക്കും കൂടെയാണ് സീനെ വന്ന് വർക്കാക്കിയെടുത്തുള്ളത്. അല്ല അത് രാജു സ്ക്രിപ്റ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് കിട്ടുന്ന ഒരു വിഷ്വൽ ഉണ്ട്. ഭയങ്കര നല്ല നറേറ്ററാണ് രാജു. അപ്പോ നമ്മളോട് ഡെയിലി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ കാരണം ഫൈറ്റും പരിപാടി ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ലാലേട്ടന്റെ എൻട്രി ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് വരുന്ന എൻട്രി കിട്ടുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡെയിലി ഒരിക്കലും അത് അവിടെ റിവീൽ ചെയ്യുന്ന സമയത്താണ് അതിന്റെ ഹൈ ഉള്ളത്. അത് ഡേ ഫോർ നൈറ്റ് കിട്ടത്തുമില്ല. അതുപോലെ ഈ വാംലൈറ്റും തീയും ഡേ ഫോർ നൈറ്റും തമ്മിൽ ഒരു തരത്തിലും മാച്ച് ആകത്തില്ല. അത് അങ്ങനെ ചെയ്തിട്ടുള്ളതെല്ലാം പണി പാളിയിട്ടുള്ളൂ. അതൊരിക്കലും മാച്ച് ആകത്തില്ല. തീ എവിടെയെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ കാറിന്റെ ഹെഡ്ലൈറ്റ് ഉണ്ടെങ്കിൽ കാറിന്റെ ഹെഡ്ലൈറ്റ് പിന്നെയും കുഴപ്പമില്ല, നമുക്ക് വേറെ എന്തെങ്കിലും ലൈറ്റ്സ് വെച്ചിട്ട് മാനേജ് ചെയ്യാം. ഓടുന്നില്ലെങ്കിൽ ഓടുന്ന കാറിന്റെ ഹെഡ്ലൈറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി മസ്റ്റ് ഗോ ഫോർ നൈറ്റ്, ഒറിജിനൽ നൈറ്റ്. അതാണ് എന്റെ റിയൽ ഫീൽ. പിന്നെ അത് ഒരു ഇത് ചെയ്യാം, അത്രേ ഉള്ളൂ. ഈ പെർട്ടിക്കുലർ സീക്വൻസിലാണെങ്കിലും ലൈറ്റിംഗ് ശരിക്കും എങ്ങനെയാ ഇതിന്റെ ഒരു ഈ പറഞ്ഞൊരു പെർഫെക്ഷൻ ഔട്ടിലോട്ട് വരുന്ന അതെങ്ങനെയായിരുന്നു? അയ്യോ അത് ട്രേഡ് സീക്രട്ട് ആണ്, പറയണോ? കുറച്ച് പറഞ്ഞു എക്സ്ക്ലൂസീവായിട്ട് നമുക്കിരിക്കും. അതിപ്പോ ഞാനിപ്പോ ഒരു തിയേറ്ററിലാണ് കണ്ടത്, കവിത എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് കണ്ടത്. അവിടുത്തെ പ്രൊജക്ഷനോ അല്ലെങ്കിൽ സൗണ്ടോ അതിനകത്ത് കൊള്ളത്തേ ഇല്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ അവിടെ ഗ്രേഡ് ചെയ്തതിന്റെ ഒരു ക്വാളിറ്റിയോ ഒന്നും ആ തിയേറ്ററിൽ എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി. പക്ഷെ അതങ്ങനെ അല്ല ഫീൽ ചെയ്യുക. പുറത്ത് തിയേറ്ററിൽ കാണുമ്പോൾ അങ്ങനെ അല്ല ഫീൽ ചെയ്യുക എന്നുള്ള എനിക്ക് ഉറപ്പാണ്. കാര്യം അതിനകത്ത് ലാൽ സാറിൻ്റെ ഫേസ് വരുന്ന സമയത്ത് കാണണം.
മഞ്ജുവിന്റെ ബാക്ക്ഡ്രോപ്പിലുള്ള മരങ്ങൾ അതൊരു കാടിനകത്താണ് നമുക്ക് ഫീൽ ചെയ്യാൻ ചെയ്യുന്നത്. ഇതെല്ലാം ആക്ച്വലി ഉണ്ട്, പക്ഷെ ഇവിടെ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ഭയങ്കര സങ്കടമായി. പക്ഷെ പോട്ടെ. പക്ഷെ അതിനകത്ത് ലൈറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഞങ്ങൾ കുറേ അധികം ക്രെയിൻസിൽ ഫുൾ ലൈറ്റ്സ് കെട്ടി മുകളിൽ വെച്ചിട്ട് അത് നമ്മളല്ലാതെ ഈ ആംഗിളിൽ അപ്പുറത്ത് പോയി ഈ ആംഗിളിൽ ഇപ്പുറത്ത് പോയി ലൈറ്റ് ചെയ്യാന്ന് പറഞ്ഞത് പ്രാക്ടിക്കൽ അല്ല. കാര്യം അത് ഒരുപാട് ദിവസങ്ങൾ കൂടും. അപ്പൊ അത് ഓൾറെഡി ചെയ്തു വെച്ചു. അപ്പൊ ഏത് ആംഗിളിൽ വന്നാലും നമുക്ക് ആ ലൈറ്റ്സ് ഒന്ന് ബൂസ്റ്റ് ചെയ്താൽ മതി, കുറച്ചങ്ങോട്ട് നീക്കിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ അതുപോലെ അതിന്റെ അവരുടെ ഓട്ടോ ഇല്ലേ, അവരുടെ ഓട്ടം മുഴുവൻ അതിനും കൂടി ചേർത്തിട്ടാണ് അത് ലൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെയും ഗുണമുണ്ടായിരുന്നു അതിനകത്ത്. ലൈറ്റ് ചെയ്തിട്ട് പിന്നെ ആ ഒരു സീക്വൻസ് ഫുള്ള് ഷൂട്ട് ചെയ്യാൻ നേരത്തിനാണ് ലൈറ്റ് ചെയ്തത്. ചെറിയ ചെറിയ നമ്മുടെ ഫിലിം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒന്ന് മരം കത്തുമ്പോ സ്വാഭാവികമായിട്ടും മരത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളെ നമ്മൾ കാണില്ലല്ലോ. ലാൽ സാർ ആയതുകൊണ്ടാണ് കേട്ടോ, അത് ലാൽ സാർ ആയതുകൊണ്ടാണ്. അത് ലാൽ സാറ് മുഖം സിലൗട്ടിൽ നിന്നാലും അതിന്റെ പവർ വേറെ, ഒരു ഗ്ലോ, അതൊരു ഫീല്, അതൊരു ഈ പറഞ്ഞ പോലെ ഒരു ഈ എന്താ നെഞ്ചിനകത്ത് ലാലായിട്ടെന്ന് പറയുന്ന പോലെ ഒരു ഫീലാണ് ആ ഫീല്. അതുകൊണ്ട് പ്രത്യേകിച്ച് മുഖത്ത് ലൈറ്റ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. സോ പുള്ളി നിൽക്കുന്നത് തന്നെ ഒരു കലയാണ്. അവിടുന്ന് ഫൈറ്റ് ചെയ്യുമ്പോഴും മൊക്കോബോട്ട് യൂസ് ചെയ്തു. മൊക്കബോട്ട് യൂസ് ചെയ്തു. മൊക്കബോട്ട് കുറച്ച് സാധനങ്ങൾക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ. അതെനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു സമയത്ത് മൊക്കബോട്ട് ഭയങ്കര വിരളമായിരുന്നു. പിന്നെ ഇത് പലരും റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുമ്പോഴും ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താ ഇമ്പാക്ട് എന്നുള്ളത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. പക്ഷെ ഇതിൽ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ട് മൂവുകള് ആയിട്ട് പുള്ളിയുടെ ഈ ഒരു വഴക്കും മൊക്കബോട്ട് വഴക്കും മാച്ച് ചെയ്യുന്ന പോയിന്റിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ആദ്യം വന്നൊരു മൊക്കബോട്ട് ഞങ്ങൾക്ക് ആദ്യം വർക്ക് ചെയ്തില്ല. അപ്പൊ പിന്നെ രണ്ടാമത്തെ ദിവസം ഈ 2 ഫൈറ്റും കൂടി ക്ലബ് ചെയ്ത് എടുക്കേണ്ടി വന്നൊരു ഇതുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി പെർഫെക്ഷനിലേക്കും കുറച്ചുകൂടി പരിപാടികളിലേക്കും കിട്ടിയേനെ. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോഴും ആൾക്കാർ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു കുറ്റം പറയാൻ സാധ്യതയില്ല. ഇപ്പോഴും വർക്കായിട്ടുള്ളതാണത്. ഇതെല്ലാം പറയുമ്പോഴേ ഈ സിനിമ ഓഡിയൻസിനൊപ്പം കാണുന്ന മൊമെന്റ് എനിക്കൊന്ന് ഇന്നിപ്പോ ആദ്യ ഷോ കണ്ടു കഴിഞ്ഞ് എനിക്കൊന്ന് ഈ ആദ്യ ഷോ കാണുന്നതിൽ 24 ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് മുതൽ ഈ ആശീർവാദ് സിനിമാസിന്റെ ഒഫീഷ്യൽ പേജിൽ ഡ്രസ് കോഡ് സെറ്റ് ചെയ്യുന്നത് അടക്കം എല്ലാവരും ത്രില്ഡാണ്, എക്സൈറ്റഡ് ആണ്. ഈ തിയേറ്ററിൽ പ്രേക്ഷകരൊപ്പം ഈ പറഞ്ഞ നിറഞ്ഞ സദസ്സിൽ വലിയ തിയേറ്ററിൽ ഇരുന്ന് സിനിമ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരുപാട് നിങ്ങൾ കണ്ടതായിരിക്കും സിനിമ. ഞങ്ങൾ ഒരുപാട് എഡിറ്റർ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, അതായത് ഇത് നിരന്തരം കണ്ടാണല്ലോ ഈ സാധനം ഫൈനലി ചെയ്യുന്നത്. അപ്പൊ നിരന്തരം കാണുമ്പോൾ നമുക്ക് ഓരോ ഫ്രെയിമും ഒരു അങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോലും ഈച്ച് ആൻഡ് എവരി ഫ്രെയിം നമുക്കറിയാം. ഷോർട്ടല്ല, ഒരു ഫ്രെയിം നമുക്കറിയാം. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നു. അപ്പോൾ നമ്മളതിന് തറവാണ്. പക്ഷെ ഇതെല്ലാം വിട്ടിട്ട് സാധാരണ പ്രേക്ഷകനായിട്ട് അവർ കാണാം. ഞാനും ഇത് ഓഡിയൻസിന്റെ അതേ ക്യൂരിയോസിറ്റിയിൽ നിന്ന് തന്നെ ഇന്ന് കണ്ടത്. നമുക്ക് അവിടുത്തെ തിയേറ്ററിന്റെ പൾസ് അതുകൊണ്ടാണ്. നമ്മളിപ്പോ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് OTT ഇതിൽ കണ്ടാൽ ഈ പൾസ് കിട്ടത്തില്ല. അവിടെ വരുന്ന ഓരോ ചെറിയ ആൾക്കാരുടെ അനക്കങ്ങൾ, ഒരു വാവ് എന്ന് പറഞ്ഞ വിളി, ഒരു ക്ലാപ്പ്, ഇതെല്ലാം നമ്മൾ എഫക്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് നമുക്കും ഉണ്ടാകുന്ന റെസ്പോൺസ് ഉണ്ട്. അപ്പം ഞാനിപ്പോ അവിടെ സ്റ്റുഡിയോയില് വെറുതെ ബ്ലാങ്ക് ആയിട്ടിരുന്ന് കാണുന്നു എന്നുള്ളതല്ലാതെ ഇവിടെ വരുമ്പോ ഇപ്പം നമ്മളിപ്പോ ഫുട്ബോള് ടിവിയിൽ ഇരുന്ന് കാണുന്നു, മ്യൂട്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് ആവശ്യമില്ല. മറ്റേ ഫുട്ബോൾ കാണുന്ന അവരുടെ ക്രൗഡിന്റെ ഒരു ഇത് നമ്മളെയും പുളകെതിരാക്കും. അതാണ് ശരിക്കും തിയേറ്ററിന്റെ അവസ്ഥ. നമ്മൾ തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ അതൊരു ഭയങ്കര വാവ് മൂഡ് തന്നെയാണ്. തിയേറ്റർ എൻഡ് ഓഫ് ദി ഡേ നമ്മളെടുത്ത എഫേർട്ടിന്റെ റിസൾട്ടും കൂടിയാണല്ലോ ഇവർ എൻജോയ്. ഇന്നിപ്പോ നോക്കൂ, നമുക്കവിടെ ജോജു ഉണ്ടായിരുന്നു, ടൊബി ഉണ്ടായിരുന്നു, മഞ്ജു ഉണ്ടായിരുന്നു, ഇന്ദ്രനും ഫാമിലിയും, രാജുവും ഫാമിലിയും, ലാൽസന്റെ ഫാമിലിയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോ ഗോപാലൻ സാറ് ഞാൻ പറയുന്നത് മഞ്ജു ഞാൻ എൻ്റെ തൊട്ടടുത്തിരുന്നത്. അപ്പം മഞ്ജു പറയുന്നത് ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടോ ഇങ്ങനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്നത്. അപ്പോൾ ഇത് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വരേണ്ടത്. നമ്മളിപ്പോ OTT വന്നിട്ട് കാണാന്ന് പറഞ്ഞാൽ ഇത് അതല്ല എന്റെ ഫീൽ. പ്യുവർലി തിയേറ്ററിക്കൽ ഡിസൈനിൽ അതൊരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് ആണ് അത് വേണ്ടത്. ഈ തിയേറ്റർ ഡിസൈൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ലൂസിഫർ പോസ്റ്റ് റിലീസിലും എമ്പുരാൻ ഡിസ്കഷൻ ലൈക്ക് ഇനീഷ്യൽ ഡിസ്കഷൻ മുതൽ
റിലീസിന് എടുക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളത് അനമോർഫിക് ലെൻസും ഇതിന്റെ എന്തുകൊണ്ട് ഈ ഒരു വിഷ്വൽ പാറ്റേൺ, എന്തുകൊണ്ട് അനമോർഫിക് ലെൻസ് ചൂസ് ചെയ്യുന്നു, എന്തൊക്കെ ക്യാമറകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഈ സ്ക്രീനിന്റെ സ്വഭാവം നമ്മൾ സെറ്റ് ചെയ്യുകയാണല്ലോ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ കൊടുക്കുന്ന ഔട്ടില്. എന്തുകൊണ്ടാണ് നീ ഒരു അരമണിക്കൂർ നീ ഫ്രീയാ? അതെനിക്ക് തോന്നുന്നു അത് നിങ്ങൾ തന്നെ കേൾക്കണമെന്നുണ്ട്. ഈ അനമോർഫിക് ലെൻസ് എന്തുകൊണ്ട്, എന്തൊക്കെ ക്യാമറകൾ, എന്തുകൊണ്ട് ഈ ഡിസൈൻ, അതിന്റെ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് ഭയങ്കര ടെക്നിക്കൽ പരിപാടിയായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ വളരെ ഷോർട്ടനായിട്ട് പറയാം. അനമോർഫിക് ലെൻസ് ആണ് യൂസ് ചെയ്യാൻ തന്നെ കാരണം ഇതിനു മുമ്പ് അനമോർഫിക് ലെൻസ് ഇട്ട് സിനിമകളൊക്കെ ഇഷ്ടംപോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാനതിനെ എസ്പെഷ്യലി സെലക്ട് ചെയ്യാനുള്ള കാരണം പൃഥ്വിരാജ് അതിനകത്ത് ലൂസിഫറിന്റെ കഥ നമ്മളോട് പറയുമ്പോൾ ഉണ്ടല്ലോ, എന്നോട് പറഞ്ഞ കഥയിൽ എനിക്ക് കിട്ടിയ ഇമേജ് എന്ന് പറയുന്നതാണ് സ്റ്റീഫനും ആളുകളും. അപ്പോൾ സ്റ്റീഫനും ആളുകളും എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്പെറിക്കൽ ലെൻസിട്ട് വേറെ ലെൻസിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആളുകൾ കുറയും. ഇപ്പം സ്റ്റീഫൻ എന്ന് പറഞ്ഞ കക്ഷിയെ നമ്മൾ ബോൾഡായിട്ട് വെക്കുമ്പോൾ ആളുകൾ കുറയും. ശരി, എല്ലാവരും കൂടെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ കുറച്ച് വൈഡർ ഇതിൽ നിൽക്കുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് അനമോർഫിക്കിന്റെ ഫുൾ ഫ്രെയിം യൂസ് ചെയ്തിട്ട് ഈ സാധനം നമ്മൾ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റീഫൻ ഭയങ്കര ബോൾഡാണ്, ആളുകൾക്ക് നിറഞ്ഞു നിൽക്കാനുള്ള സ്പേസസ് ഉണ്ട്. സോ അതാണ് അതിൻ്റെ ഏറ്റവും ആദ്യം എനിക്ക് കിട്ടുന്നൊരു ഇമേജ്. ആ ഇമേജ് കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു സ്പോട്ട് ഇവിടെയാണ് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് മൂക്ക് വരയ്ക്കാം, കണ്ണ് വരയ്ക്കാം, അത് വരയ്ക്കാം, ഇത് വരയ്ക്കാം, അങ്ങനെ പോകും. അതാണല്ലോ നമുക്ക് ആദ്യം കിട്ടേണ്ട ഒരു ഇമേജ്. അപ്പം ആ അനമോർഫിക് ലെൻസ് ഡിസൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷോട്ട് ആണ് അങ്ങനൊരു സാധനം. ഇപ്പൊ സ്റ്റീഫൻ അവിടെ നിന്ന് പുറമെ നടന്നു വരുന്നു, അവിടെ നിൽക്കുന്നു, അതിന്റെ പുറകിൽ കുറെ ആൾക്കാർ നിൽക്കുന്നു, അദ്ദേഹം അകത്തേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാം അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞ് കൈ കാണിച്ച് അകത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്താണ് ബേച്ചേട്ടൻ മുണ്ട് അഴിച്ചിരുന്നത്, മുണ്ടൊന്ന് മറ്റേ മടത്ത് താഴ്ത്തിയിടുന്നത്. അങ്ങനെയുള്ള സീക്വൻസുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിനകത്ത്. അപ്പൊ ആ സീക്വൻസുകളൊക്കെയാണ് ആദ്യത്തെ ഒരു മനസ്സിൽ വരുന്നത്. പിന്നെ ബാക്കിയെല്ലാം അത്തരം കാര്യങ്ങൾക്ക് പിന്നെ ഡിസൈൻ ചെയ്യുമായിരുന്നു. ബാക്കി എംപുരാനിലോട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി യെസ്, അതിൻ്റെ ഒരു ഫ്രാഞ്ചൈസിയാണ്. ഇത് ഐമാക്സിൽ ഷൂട്ട് ചെയ്യാം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തു. എന്നിട്ട് അങ്ങനെ ആദ്യം പ്ലാൻ ചെയ്തിരുന്നു. ഡെഫിനറ്റ്ലി ഐമാക്സ് ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലിലായിരിക്കും. അപ്പോൾ നമ്മളൊരു ഡിസ്കഷനിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞു, രാജീവ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ എന്തായാലും ഇതിൻ്റെ 3 പാർട്ടുണ്ട്. നമുക്കൊരു സ്വഭാവം നമ്മൾ കൊടുത്തിട്ടുണ്ട്, ആ ക്യാരക്ടറിൽ നമ്മൾ വിടണ്ട, അതാണ് ബേസ് ക്യാരക്ടർ എന്ന് നമ്മൾ വെച്ച് അതിനെ ഫോളോ ചെയ്തിട്ട് ബാക്കി മതി. ബാക്കി ഇനി എന്ത് ടെക്നോളജി, ഇതിപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ട് അടുത്തൊരു വേറെ വലിയ ടെക്നോളജി വരുമായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഇത് ഈ സിനിമകൾക്ക് ഇതാണ് എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഭാവിയിൽ ചേഞ്ച് ഉണ്ടാവും എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനം. ഇതിനകത്ത് പക്ഷെ അനമോർഫിക് ലെൻസിനേക്കാളും ആസ്പെക്ട് റേഷ്യോ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള അതേ ആസ്പെക്ട് റേഷ്യോയിലേക്കാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഓഫ് കോഴ്സ്, കാര്യം ഇതിനകത്ത് ഒരുപാട് സ്പെറിക്കൽ ലെൻസസ് യൂസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് ഫ്രെയിം റേറ്റ്സ് കൂടുതലാകുമ്പോൾ അനമോർഫിക്കിൽ അത്രയും ഫ്രെയിം റേറ്റ്സ് പോകാൻ പറ്റില്ല. ഫുൾ ഫ്രെയിം ആണെങ്കിൽ അത്രയും ഫ്രെയിം റേറ്റ്സ് പോകാൻ പറ്റില്ല. അപ്പോൾ സ്പെറിക്കൽ ലെൻസസ് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ക്യാമറകൾ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഫാൻറ്റം ക്യാമറയ്ക്ക് അനമോർഫിക് ലെൻസ് ഒരു കാരണവശാലും നടക്കത്തില്ല. അപ്പോൾ ഫാൻറ്റം ക്യാമറസ് യൂസ് ചെയ്യാതെ അത്തരം ഷോട്ട്സ് നമുക്ക് ഇപ്പൊ കണ്ടതല്ലേ. അതിനകത്ത് ഞാൻ എടുത്തു പറയാത്തത് ആൾക്കാരെ എക്സ്പെരിമെന്റ് പോകണം എന്ന് വെച്ചിട്ടാണ്. അപ്പൊ അത്തരം സാധനങ്ങളൊന്നും നമുക്ക് വർക്കാവില്ല. അപ്പൊ അതിനകത്ത് സ്പെറിക്കൽ യൂസ് ചെയ്തു. അങ്ങനെ സ്പെറിക്കലില് ബാക്കിയെല്ലാം ചേർത്ത് ഗോപ്രോ ഉണ്ട്, 1-2 ചില ഐഫോൺ ഷോട്ട്സ് ഉണ്ട്, ഡ്രോൺ വേറെ ഇതല്ലേ അതുണ്ട്, FPV ഷോട്ട്സ് ഉണ്ട്, FPV ഷോട്ട്സ് ഉണ്ട്, ചെറിയ സാധനങ്ങൾക്ക്. അങ്ങനെ എല്ലാം ഉണ്ട്. ഇപ്പൊ എല്ലാം ഇതില് എക്സ്പെരിമെന്റ് ചെയ്ത് എല്ലാം ഉണ്ട്. എല്ലാ കുറെ അധികം പാങ്ക്രോ ലെൻസസ് ഉണ്ട്. ലെൻസസ് തന്നെ ഒരു 4-5 വെറൈറ്റി ലെൻസസ് ഉണ്ട്. ചില ഭയങ്കര ഷാർപ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടി സോഫ്റ്റ് ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ ഞങ്ങൾ ഇപ്പം റെഡ് യൂസ് ചെയ്യുമ്പോൾ മറ്റേ ലെൻസ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഈ ലെൻസ് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി റെഡിന് നല്ലതാണ്. അങ്ങനെയുള്ള വേരിയേഷൻസിനകത്ത് നിന്ന് നമ്മൾ എല്ലാ സാധനങ്ങളും വന്നു. പിന്നെ മാക്രോ ലെൻസസ്, വെറും മാക്രോ ലെൻസസ് ഉണ്ട്. സിനിമ യൂണിവേഴ്സൽ ആവുന്ന പോലെ തന്നെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട്. എനിക്കിപ്പോ ഇന്ന ലെൻസ് ഇട്ട് ഷൂട്ട് ചെയ്യണം എന്റെ ആഗ്രഹങ്ങൾക്കല്ലല്ലോ, ഓരോ സീക്വൻസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട്. ഉറപ്പായിട്ടും എനിക്ക് തോന്നി
ക്രോസ് വീഴുന്ന ഷോട്ട്, അത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആണ് തിയേറ്ററിൽ. ട്രെയിലറിൽ ഈ എൽ ഫാക്ടർ അവിടെ ഭയങ്കര പഞ്ച് ഉണ്ട് അവിടെ. ഈ ഫോള് ഇതുപോലെ തന്നെ വീഴണം, അതിൽ കൃത്യമായിട്ട് രജിസ്റ്റർ ആവുകയും വേണം. അത് കുറെ സമയത്തെ പണിയാണോ? അല്ല, അത് കുറച്ച് പണിയുണ്ടത്. ചില സ്ക്രിപ്റ്റിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇത് ഓൾറെഡി ഇപ്പം ഒരു IS ഒന്നും തകർത്തിട്ടുള്ള ഒരു ക്രിസ്ത്യാനിറ്റി ടൗൺഷിപ്പാണ് അത് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ബ്ലാസ്റ്റില് ആ ക്രോസിന് കുറച്ച് ഡാമേജ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മളൊരു എല്ലുമാരിയാണ് അത് ക്രിയേറ്റ് വെച്ചിരിക്കുന്നത്. അപ്പൊ അടുത്ത ബ്ലാസ്റ്റിൽ അത് താഴേക്ക് വരുമ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാ മാറുകയും അത് നമ്മൾ റോപ്പ് ചെയ്ത് താഴത്തേക്ക് വീഴുന്നതായിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പം ആ എൽ ഫീൽ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി അതിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സാധനം. അത് വീഴുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് എല്ലായി മാറും. അതാണ് ഇത് വെച്ചിരിക്കുന്നത്. എനിക്ക് ലൂസിഫറിൽ ആ പള്ളി ഭയങ്കര പ്രധാനപ്പെട്ടതായിരുന്നു. അതിനകത്ത് ഇവര് വർക്ക് ചെയ്തുള്ള ഡിസൈനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയാമോ, ആ എല്ല് വീഴുമ്പോൾ ആദ്യം എല്ലല്ലോ വീഴുന്നത്, ക്രോസാ വീഴുന്നത്. ഈ ക്രോസ് ഒരു ആ ക്രോസിന്റെ ഫസ്റ്റ് ടോപ്പ് സാധനം കുഴിഞ്ഞകത്തേക്ക് പോയി കുത്തി നിൽക്കുമ്പോഴാണ് അതെല്ലാം കോൺക്രീറ്റ് ഫ്ലോർ ആണല്ലോ, എന്ന് ഇതിങ്ങോട്ട് ബെൻഡാവും. അങ്ങനെയാണത് കോൺക്രീറ്റിന്റെ ഉള്ള കമ്പികൾ ഇങ്ങോട്ട് ബെൻഡായി അതിലുള്ള കോൺക്രീറ്റ് കൊണ്ട് ഇങ്ങോട്ട് സ്പ്ലിറ്റ് ആവുമ്പോൾ അതുകൊണ്ട് എല്ലായി മാറുന്നു. അങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് ഈ പള്ളി ഭയങ്കര ചാപ്പൽ ഭയങ്കര നമ്മൾ പ്രധാന ടേക്ക് അവയിലൊന്നായിരുന്നു, വിഷ്വൽ ടേക്ക് അവയിലൊന്നായിരുന്നു ലൂസിഫർ കാണുമ്പോൾ. എംബ്രാൻഡ് അതിലൊരു ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമ്മള് അത് ഇപ്പൊ യൂട്യൂബിലൊക്കെ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആശീർവാദ് അത് ഫുൾ പള്ളി റീക്രിയേറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. നമ്മളെ ചില ഒറിജിനൽ പള്ളി തന്നെയായിരുന്നു അത് നമ്മള് ലൂസിഫറിന് വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊളിച്ച് നമ്മൾ വീണ്ടും അത് പുതുക്കി പണിത് കൊടുത്ത്, അപ്പൊ വീണ്ടും നമ്മളിതിപ്പം എംബ്രാനിൽ വന്നപ്പോ വീണ്ടും പള്ളി വേണം, അപ്പൊ വീണ്ടും നമ്മൾ ഒന്നുകൂടി ഒന്ന് പൊളിച്ച് നമ്മുടെ ആവശ്യത്തിന് രീതിയിലാക്കിയെടുത്ത് വീണ്ടും പുതുക്കി പണിത് കൊടുക്കും. ഇത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇത്രയും വലിയ മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയുടെ പാർട്ടായിട്ടാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. ഇതിന് പുറകെ നിങ്ങളുടെ ഒരു ലോങ് ജേർണി ഉണ്ട്. ഈ സിനിമയുടെ ഭാഗം, സിനിമ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, അതിലെത്തിപ്പെടുന്ന, അതിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഈ ലോങ് ജേർണി. ശരിക്കും ഇത്രയും അധികം സിനിമകൾ ചെയ്യുന്നു, പല വിഷ്വലുകൾ കാണുന്നു, പല വിഷ്വൽ ക്രിയേറ്റ് ചെയ്യുന്നു. എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ശരിക്കും എന്താ? ഇതിനകത്ത് ആളുകൾ കണ്ടിട്ട് നമ്മൾ വേറെ നമ്മുടെ ടെക്നീഷ്യൻസ് ഒന്നുമല്ല, സാധാരണ പ്രേക്ഷകർ കണ്ടിട്ട് ഈ സാധനം ഗംഭീരമാണെന്ന് എപ്പോൾ പറയുന്നു അപ്പോഴാണ് നമ്മൾ സാറ്റിസ്ഫാക്ഷൻ. അതായത് നമ്മൾ അതിലേക്ക് അച്ചീവ് ചെയ്യപ്പെടുന്ന എപ്പോഴാണ്, അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്, അത് റിയലായിട്ട് തോന്നുന്നുള്ളപ്പോഴാണ്. അപ്പോൾ ഇത് അതിലെ ഓരോ എലമെന്റ്സും ഇഷ്ടപ്പെടുമ്പോഴാണ്. ചില ഇപ്പം സിനിമ ടോട്ടാലിറ്റി, അല്ലെങ്കിൽ ഇപ്പൊ ക്യാമറ അല്ലെങ്കിൽ ആർട്ടോ ഒന്നല്ല, ഇപ്പൊ കോസ്റ്റ്യൂമൊന്നോ അല്ലെങ്കിൽ ടോട്ടാലിറ്റി സിനിമ ഇഷ്ടപ്പെടുന്നോടത്താണ് ഡെഫിനറ്റ്ലി നമ്മുടെ എസ്പെഷ്യലി നമ്മളോട് ചോദിച്ചാൽ, നമ്മുടെ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കും ഇതുപോലെ നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് അച്ചീവ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അത് ഷാഡോയിൽ മാത്രം ഷൂട്ട് ചെയ്യേണ്ട സ്ഥാനത്ത് ലൈറ്റ് വരുമ്പോൾ ലൈറ്റ് കട്ട് ചെയ്തിട്ട് ഷാഡോയിൽ ഷൂട്ട് ചെയ്ത് അത് വേറൊരു മൂഡുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വേറൊരു എനർജി ഉണ്ട്. അപ്പൊ നമ്മള് അത് വേറൊരു സാധനമല്ല, അത് ഒരു ഹൈ തന്നെ. അങ്ങനെ എപ്പോൾ കിട്ടിയാലും നമുക്ക് ഹൈ ആണ്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം, ഹൈ കിട്ടിക്കൊണ്ടിരിക്കാനായിട്ട്. ഈ നമ്മൾ ഈ നെടുമ്പള്ളിയുടെ കഥ പറയുന്നു, പുറത്ത് ഗോസ്റ്റ് ആണ് പറയുന്നു, അതുപോലെ ഈ ഇനീഷ്യലി സിനിമ ഹുക്കാക്കുന്നതിൽ സയദിൻ്റെ എപ്പിസോഡ് ഭയങ്കര പ്രധാനപ്പെട്ടായി തോന്നിയിട്ടുണ്ട്. നമ്മൾ ട്രെയിലർ കാണുമ്പോഴാണെങ്കിലും ഈ പുറത്തുനിന്നുള്ള ബോളിവുഡിൽ നിന്നുള്ള ആക്ടേഴ്സിൻ്റെ പ്രസൻസ് വരുമ്പോൾ നമുക്ക് അവിടെ സയ്യിദ് പ്രസാദായിട്ടാണ് കണക്ട് ആവുന്നത്. ക്യാരക്ടർ പോസ്റ്ററിൽ യങ് സയ്യിദിനെ കാണിക്കുന്നുണ്ട്. ഇതിൽ തന്നെ കെയോസ്, പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ ഗുജറാത്ത് എപ്പിസോഡ് അതിൻ്റെ ഒരു ഡിസൈനിൽ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ടൈം ലൈനിലോ ടൈം പീരീഡിലുള്ള ഗുജറാത്ത് അല്ല അവിടെ കാണുന്നത്, വേ ബാക്ക് 2002 എത്തേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു ഇനീഷ്യൽ ഐഡിയയും എക്സിക്യൂഷൻ ആയിരിക്കും എങ്ങനെയാണ്? അതിനകത്ത് പറഞ്ഞ ഈ ഫാം ഹൗസ് ഹവേലി എന്നാണ് പറയുന്നത്. ആ ഫാം ഹൗസ് ഹവേലി നമ്മൾ അന്വേഷിച്ചിട്ട് ഞാനും ഭാവി ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 4 മാസം 5 മാസത്തോളം ആ ലൊക്കേഷൻ അന്വേഷിച്ചിട്ട് പല സ്റ്റേറ്റിലൂടെയും പോയിട്ടുണ്ട്. ഡയറക്ടർ, അതെ, ബാബ. അപ്പൊ ഒരുപാട് സ്ഥലത്ത് കൂടെ പോയി ഇടും. ഈ എനിക്ക് തോന്നുന്നു ഗുജറാത്തിൽ തന്നെ 2-3 തവണ എഗൈൻ എൻ്റെ വന്ന് നോക്കിയിട്ടുണ്ട്. അവിടെ ഒന്നും കിട്ടില്ല. പിന്നെ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, അങ്ങനെ ഒരുപാട് സ്റ്റേറ്റിലൂടെ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റെക്ക് ആയത് ഈ ഗുജറാത്തില് നമ്മുടെ മുളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്റ്റെക്ക് ആയത്, അംബിക നിവാസ് പാലസ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഭാവി ലൊക്കേഷൻ കണ്ടതിന് ശേഷം നമ്മള് ഡയറക്ടർ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു. പുള്ളി എന്തായാലും വന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ 2 ലൊക്കേഷൻ ഒരുമിച്ചായിരുന്നു. നമ്മൾ ചെന്നൈ ലൊക്കേഷനും ഇതും കൂടി ഒരുമിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്ത ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാജു ഒന്ന്
സുചേട്ടനും വന്ന് ലൊക്കേഷൻ കണ്ടപ്പോൾ പുള്ളിക്ക് ഓക്കെയാണ്. അപ്പം പുള്ളി ചോദിച്ചു ഈ പരിപാടിയെല്ലാം മൊത്തം ഫുൾ കാലിയായി കിട്ടണം. അതിൻ്റെ ഒരു പാലസ്, അതിന്റെ ഫ്രണ്ടിൽ ഒരു 4 ഏക്കറോളം സ്ഥലം, 4-5 ഏക്കറോളം സ്ഥലം ഫുൾ ഒരു പ്ലെയിൻ ലാൻഡ് വേണം. അത് കഴിഞ്ഞിട്ട് ഒരു ഗേറ്റ് വേണം. ഗേറ്റ് കഴിഞ്ഞിട്ട് അവിടെയും അപ്പുറത്തും വേണം ഒരു 3-4 ഏക്കർ സ്ഥലം. എന്നുവെച്ചാൽ ആ വണ്ടികളെല്ലാം വന്ന് റോഡായിട്ട് നിൽക്കും. അത് നമ്മൾ ഫ്ലാഷ് ബാക്ക് സീക്വൻസിലും പ്രസന്റ് സീക്വൻസിലും. അപ്പൊ അതിനപ്പം എൻ്റെ ഓണർ പറഞ്ഞ പുള്ളി അങ്ങനെ ഗാർഡനെല്ലാം മാറ്റാൻ പെർമിഷൻ. കുറെ മരങ്ങളുണ്ടായിരുന്നു, എനിക്കൊണ്ട് 10-32ഓളം മരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിൽ മൊത്തം പിഴുതെടുത്ത് എല്ലാം ക്ലീൻ ഗ്രൗണ്ട് ആക്കി മാറ്റി. അങ്ങനെയാണ് അവിടെ ഷൂട്ട് ചെയ്ത സാധനം. പിഴുതെടുത്ത് കളഞ്ഞിട്ടില്ല കേട്ടോ, പ്ലാൻ ചെയ്തത്. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഷൂട്ടെല്ലാം പാക്കപ്പ് ആയിട്ട് അത് അതേപോലെ അതേ സ്പേസിൽ തിരിച്ച് റീപ്ലാന്റ് ചെയ്തു. അതേപോലെ ഗാർഡൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി. ഇതിൽ തന്നെ ഇവര് പാലസ് എത്തുന്നതായിട്ട് മുന്നേ മൈഗ്രേഷൻ പാർട്ടിൽ വരുന്ന ഒരു ടെമ്പിൾ വരുന്നുണ്ടല്ലോ, അത് ആ പാലസിന്റെ ജസ്റ്റ് പിറകിലായിട്ട് നമ്മൾ അവിടെ തന്നെ റോഡും ക്രിയേറ്റ് ചെയ്തു. വെച്ചാൽ നമ്മളത് പല സ്ഥലത്തും നോക്കി, നമുക്ക് അങ്ങ് വർക്കാവുന്നില്ല. പിന്നെ ചില ആ സമയത്ത് പല സ്ഥലത്തും വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ട് കൃഷി പരിപാടി നടക്കുന്നില്ല. അങ്ങനെ കൃഷി കുറച്ച് പ്രശ്നമായിരുന്നു. ടെമ്പിൾ നമ്മൾ റീക്രിയേറ്റ് ചെയ്തു, ഒരു മൺ റോഡ് ഉണ്ടാക്കി അവിടെ. ആ റോഡിലവിടെ ശരിക്കും ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത് ഇത് സീഡ് ഇട്ടിട്ട് ഇത് വളർത്താൻ പ്ലാൻ ചെയ്യുന്നത്. 3-4 മാസം മുമ്പ് ഇത് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോ പല സ്ഥലത്തും പിന്നീടുള്ള ഇഷ്യൂസ് കാരണം അത് നടന്നില്ല. അപ്പോ പിന്നെ നമുക്ക് മൊത്തത്തിൽ അതങ്ങനെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. നമുക്ക് പർട്ടിക്കുലർലി ഇങ്ങനെ ഒരു വളവും ആ വളവ് കഴിഞ്ഞ് ഇങ്ങനെ സ്ട്രെയിറ്റ് പോകണം, അതിനപ്പുറത്തൊരു അമ്പലം വേണം, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, ഒരു വെരി പരിപാടികളുണ്ട്. അപ്പൊ അതിനുള്ള പെർമിഷൻ ഫ്ലാഷ് ബാക്കും പ്രസന്റും കൂടി കണക്ട് ചെയ്യുമ്പോൾ ഒരു ഐഡിയൽ പ്ലേസ് ഉണ്ടായിരിക്കണം. അതാണ് ടെമ്പിൾ വെച്ചിരിക്കുന്നത്. ഇവരുടെ ഒരു തിരിച്ചുപോക്കിലും ആളുകൾക്കുള്ള ഒരു വിഷ്വൽ ഇമേജിലേതാണല്ലോ. എനിക്ക് തോന്നുന്നു ഈ കെയോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതേ എപ്പിസോഡില് ഈ പറഞ്ഞ പോലെ ഒരു ഹൈഡൌട്ട് സ്പേസിൽ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ഇരിക്കുമ്പോൾ ഇവരതിനകത്താണ് ഇവർ ഈ പറഞ്ഞ കുഞ്ഞു ഗ്യാപ്പിലൂടെ പലതും കാണുന്നുണ്ട്. ഇത് ഒരിക്കലും ഈ റിയാലിറ്റിയിൽ നിന്ന് ഡിസ്കണ്ട് ആവാൻ പാടില്ല. ഇവരുടെ POV ഇത് ഇവരെന്ത് കാണുന്നു അതിൽ കിട്ടും വേണം. ആ ഒരു ഷോർട്ട് പ്ലാൻ എക്സിക്യൂഷൻ ആയിരിക്കും എങ്ങനെയാ? അത് ഇച്ചിരി ടഫായിട്ടുള്ളൊരു പ്ലാൻ ആയിരുന്നു. കാര്യം ഇത് അതൊരു അവരുടെ ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ചെറിയ സ്ഥലം ആയിട്ടാണ് അത് കൺസീവ് ചെയ്യുന്നത്. ധാന്യങ്ങളുടെ വേസ്റ്റ് അവിടെ ഒളിപ്പിക്കുകയാണല്ലോ. അപ്പൊ അവിടെ ഇവിടെ എനിക്കൊന്നും കാണാൻ പറ്റില്ല. എൻ്റെ ഈ കവിതാ തിയേറ്ററിൽ എനിക്കൊന്നും കാണാൻ പറ്റില്ല, ബി ഫ്രാങ്ക്. അതങ്ങനെയല്ല ശരിക്കും ഉള്ളത്. അത് വളരെ വ്യക്തമായിട്ടുള്ള സാധനങ്ങളുണ്ട് അതിനകത്ത്. അത് കൃത്യമായിട്ടും എല്ലാ സാധനങ്ങളും കാണാൻ പറ്റുന്ന തരത്തിലാണത് ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഇച്ചിരി കടുത്തു പോയി. എനിവേ, അത് ചെയ്യുമ്പോൾ അകത്തുള്ള ലൈറ്റിന്റെ ഒരു ചെറിയ ലീക്ക് ഇങ്ങോട്ട് വന്നിട്ടാണ് ഇതിനെ കാണാവും ഇങ്ങനെ. അപ്പോ അതിനകത്ത് എന്നാൽ ഓട് പൊളിച്ച് ലൈറ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ സോഴ്സിന് അതിന്റെ ഫീല് കിട്ടത്തില്ല. അപ്പോ സ്ലൈറ്റ്ലി ഡാർക്ക് ആയിരിക്കണം, എന്നാൽ കാണുന്നതൊക്കെ അവിടെ നടക്കുന്നതൊക്കെ ഒന്ന് അറിയണം. അവന്റെ കണ്ണിലെ എക്സ്പ്രഷൻസും കുറച്ച് അറിയണം. അവന്റെ ഫീൽ ഉണ്ട് അതിനകത്ത്. ആ ഫീലാണ് ഏറ്റവും അവസാന നിമിഷത്തിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പരിപാടി. അപ്പൊ ആ ഫീല് മുഴുവൻ നമ്മൾ അറിയണം. എന്നാൽ ഈ ഭയങ്കര ഓവർ ലിറ്റപ്പ് ആകുകയും ചെയ്തല്ലോ, 3 അടിച്ച് കയറി കിടക്കുന്ന ഒരു ലിറ്റപ്പ് ഉണ്ടാകുകയും ചെയ്തത്. അപ്പൊ അത് ഭയങ്കര കെയർഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. ശരിക്കും ഒരു നല്ല തിയേറ്ററിൽ കണ്ടാൽ ഡെഫിനറ്റ്ലി അത് നിങ്ങള് എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ അത് എനിക്ക് തന്നെ ഇച്ചിരി ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ശരിക്കും ഇപ്പം അമ്മൂമ്മനെ ആ സോഡ് വെച്ച് കുത്തിയതിനു ശേഷം ബ്ലഡ് ഒക്കെ ഡ്രോപ്പ് ചെയ്യുന്ന ഡീറ്റെയിൽ കാണുന്നില്ല. ഇല്ല, ഇതിൽ കണ്ടില്ല. ഞാൻ കണ്ട സ്ക്രീനിൽ കണ്ടിരുന്നു. ഞാൻ ഫോറത്തില് PVR വെരി ഗുഡ്. ഈ കണ്ണിന്റെ അടുത്ത് ഡ്രോപ്സ്. അത് ഞാനിപ്പോ കവിതയിൽ കണ്ടപ്പോ ആ ഡ്രോപ്സ് ഭയങ്കര സങ്കടമായി. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട്, ഇത് ആളുകൾ ഇത്രയും വരുന്ന ഒരു സ്പേസിൽ അതിന്റെ ടു ദി പോയിന്റ് ക്വാളിറ്റി എങ്ങനെയാണ് അതിന്റെ സ്റ്റാൻഡർഡൈസേഷൻ നടത്താൻ ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷെ എന്താ പറയുക, പല തിയേറ്റേഴ്സും അതിന് വില്ലിങ് അല്ല. ഇനി ആക്ച്വലി ഞാനത് പല സ്ഥലത്തും ഇത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ വേണം. നമ്മൾ എല്ലാ സ്ക്രീനിലേക്കും വേണ്ടി ഓരോരോ ഔട്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ. ഇപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 2 സ്റ്റോപ്പ് കൂട്ടി അല്ലെങ്കിൽ 2 സ്റ്റോപ്പ് കുറച്ചൊരു ഓപ്പൺ ചെയ്തിട്ടൊരു ഔട്ട് ഞാൻ കൊടുത്തേനെ.
അങ്ങനെ സെപ്പറേറ്റ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ ഇന്ന കവിതയിലുണ്ട്, അങ്ങനെയാണെങ്കിൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് കൊടുക്കൂ, കുറച്ചുകൂടി വോളിയം സൗണ്ട് കുറച്ചുകൂടി വെച്ച് കൊടുക്കുന്നു പറഞ്ഞ് സൗണ്ടും അവർ ഡിസൈൻ ചെയ്യും. ഈ സൗണ്ടും കേൾക്കുന്നില്ല, നമ്മുടെ വിഷ്വലും കേൾക്കുന്നില്ല. ഇത്രയും വലിയൊരു സാധനം ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഒരു ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ ഒരു അവസ്ഥ. നമ്മളവരുടെ കൂട്ടത്തിൽ ചെന്നിരുന്ന് കാണുമ്പോൾ നാണക്കേടാണ് നമുക്ക്. വിഷമവും നാണക്കേടും. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്റർ കൂടിയാണ്. ഏറ്റവും മാസം ആൾക്കാർ വരുന്ന, അല്ലെങ്കിൽ ഒരു മാസിന്റെ കൂടെ ഇരുന്നിട്ട് പടം കാണണമെങ്കിൽ കവിതയിൽ പോകണമെന്നാണ് ഇപ്പോഴും പറയുന്നത്. എന്നിട്ടും അതെങ്ങനെയാണ് ഇങ്ങനെ ഒരു അൺകെപ്റ്റ് ആയിട്ട് കിടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് എന്താണ് അതിന്റെ ലോജിക് എന്ന് മനസ്സിലാകുന്നില്ല. എത്രയും പെട്ടെന്ന് ഒരു ഇന്റർവ്യൂ കാണുകയാണെങ്കിൽ കവിത സാജു ദയവ് ചെയ്ത് ആ സ്ക്രീനിലേക്ക് കുറച്ചുകൂടി ലൈറ്റ് പമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് മേടിച്ചു, പ്രോസസ്സർ മേടിച്ചു വയ്ക്കൂ, പ്രൊജക്ടർ മേടിച്ചു വയ്ക്കൂ, ആ സൗണ്ട് ഒന്ന് ക്ലിയർ ആക്കൂ. നല്ല നല്ല സിനിമകളോടെ കളിക്കേണ്ടതാണ് പ്ലീസ്. താങ്ക് യു. ഈ എനിക്ക് തോന്നുന്നത് ഈ ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ 2 സിനിമകളിലാണെങ്കിലും ഈ വലിയ വലിയ ക്രൗഡ് സീക്വൻസുകൾ വരുന്നുണ്ടല്ലോ. മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ആളുകൾ ഇതിൽ പ്രസന്റ് ആണ്. എന്നാൽ അവിടെ സബ്ജക്റ്റായി നിൽക്കുന്ന പ്രൊട്ടഗണിസ്റ്റ്, ആന്റഗണിസ്റ്റ്, ഹൂവർ അവരും അവിടെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കും വേണം. ഈ ഇത്രയും വലിയ ഷോട്ടുകൾ സീക്വൻസിൽ പ്ലാൻ ചെയ്യുന്നതിൽ വിഷ്വലിൻ്റെതായിട്ടുള്ള വലിയ പരിപാടികൾ, ആർട്ടിൻ്റെതായിട്ടുള്ള പരിപാടി. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പാർട്ടി വെച്ച ആളുകളാണെങ്കിൽ സ്റ്റേജ് ഡെക്കറേഷൻ മുതൽ ഇവരുടെ കയ്യിലുള്ള ഫ്ലാഗ് വരെ ഇത് കൃത്യമായിരിക്കണം, ഇത് റിപ്ലിക്കേറ്റ് ചെയ്യണം. അവിടെ ഈ വലിയ വലിയ സീക്വൻസുകൾ, ഹ്യൂജ് നമ്പർ ഓഫ് പീപ്പിൾ വരുന്ന സീക്വൻസുകൾ, അതിനെ ടു ദി പോയിന്റ് എന്താ പറയുക റിയൽ ആയിട്ട് വിഷ്വലി ഡെലിവർ ചെയ്യാന്നുള്ളത്. അതിൽ എന്താ നമ്മള് ലൂസിഫറിലും സെയിം ആണ്, സെയിം ലൊക്കേഷൻ തന്നെ, അവിടെ തന്നെയാണ് അവരുടെ. അപ്പൊ അതിന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ട്, ആ ലൊക്കേഷന്റെ ഐഡന്റിറ്റി ഉണ്ട്. ദെൻ ഡെഫിനറ്റ്ലി ഇത്രയും ആളുകൾ ഒരു ഫ്രെയിമിനകത്തേക്ക് നമുക്ക് പ്യുവറായിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. സോ നമ്മൾ കുറച്ച് VFX ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, ചെറിയ പോർഷൻസ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ നമ്മള് 3000 4000 ആൾക്കാരുണ്ട്. ഫുൾഫിൽ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ 20,000 ആൾക്കാർ നമ്മൾക്ക് ഒരു മാനേജബിൾ അല്ല. നമ്മൾ ലൂസിഫർ ഇവിടെ നിന്നല്ല ഹോളിവുഡ് സിനിമയിലും മാനേജബിൾ അല്ല. അപ്പൊ പിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇവിടെ അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഉത്സവ പറമ്പിലൊക്കെ പോയി. പക്ഷെ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു വലിയ തെറ്റല്ല. അതങ്ങനെയാണ് സംഭവിക്കാൻ, അങ്ങനെയാണ് ഡീസന്റ് ആയിട്ട് സംഭവിക്കുന്നത്. സ്മാർട്ട് വർക്ക് കൂടിയാണ്, ഉറപ്പായിട്ട് വേണം, അതല്ലെങ്കിൽ കാര്യമില്ല. പക്ഷേ ഇത്രയും ആളുകളോട് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റ് വരുന്ന 2000 അല്ലെങ്കിൽ 4000 പേരെ നമ്മൾ പ്ലേസ് ചെയ്യുന്നതിനൊരു ബുദ്ധി ഉപയോഗിക്കണം, ഒരു ബ്രില്യൻസ് ഉണ്ട്. അതിന് VFX ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ കൂടെ വേണം. നമ്മൾ അതിനകത്ത് ഒരു കൃത്യം ഡിസിഷൻസ് എടുക്കണം, അതിന് ടൈം സ്പെൻഡ് ചെയ്യണം. എന്നിട്ട് ഇതിന്റെ ഇന്നർ ലെയറിലേക്ക് നമ്മൾ കുറച്ച് ആൾക്കാരെ പോസ്റ്റ് ചെയ്യണം, അതിന്റെ ലെയേഴ്സ് നമ്മൾ എടുത്തു കൊടുക്കണം. ഇങ്ങനെ കുറെ പ്രോസസ് ഉണ്ട് അതിനകത്ത്. സോ അതിന് ഈസി വേ ഓഫ് ഫിലിം മേക്കിംഗ് അല്ല അത് ഒരു ഡ്രോൺ ഷോട്ട് ആണെങ്കിൽ പോലും നമ്മൾ അത് ആദ്യമേ കണ്ട് കാര്യം. അതിനിടയ്ക്ക് ഫ്ലാഗ് ഒക്കെ വന്ന് പോയി കഴിഞ്ഞാൽ ഫ്ലാഗിനകത്ത് നിൽക്കുന്ന 3D ഇമേജസ് വീണ്ടും വരണം. അങ്ങനെ കുറെ പ്രോസസ് ഉണ്ട് അതിനകത്ത്. ബട്ട് ഫൈനലി ഇറ്റ് കെയിം വെൽ. ശരിയല്ല, ഇപ്പം നമ്മുടെ ആ ലൊക്കേഷനിൽ ശരിക്കും അതൊരു 3000 ആൾക്കാരെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ CM-ന്റെ കോൺവോയ് വരുന്ന സമയത്ത് 2 സൈഡ് നിർത്താനുള്ള ആൾക്കാരേ ഉള്ളൂ. ബാക്കി ഫുൾ നമ്മള് ഗ്രാഫിക്കലി സപ്പോർട്ട് ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഈ 3000 ആൾക്കാർ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷോട്ടായിരുന്നു ഈ മഞ്ജു ചേച്ചിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഈ ഇനോഗ്രൽ ഫംഗ്ഷന് വേണ്ടി നിൽക്കുമ്പോൾ ഈ ബാക്ക് ഷോട്ട് ഉണ്ടല്ലോ, 2 തവണ ഒരു ബാക്ക് ഷോട്ട് കാണിക്കുന്നുണ്ട്, 3 തവണ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഉള്ളത്. അതിൽ ഇവർ ഭയങ്കര സുപ്പീരിയർ ആണ്. ഇവരോട് പ്ലേസ് ചെയ്യുന്നിടത്ത് ഇവരുടെ ഡോമിനൻസ് ലാർജ് സ്കെയിൽ ഫോമായിട്ട് നമ്മൾ കാണുമ്പോൾ അത് രാജുവിന്റെ ഒരു കൈൻഡ് ഓഫ് സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണ്. ഫോക്കസ് ഫോർഗ്രൗണ്ടിലായിരിക്കും, ബാക്ക് ഡ്രോപ്പിൽ അപ്പൊ ഇത്രയും ആൾക്കാരുണ്ട് എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന രാജുവിന്റെ ഒരു കൈൻഡ് ഓഫ് മേക്കിംഗ് ആണ്. രാജുവിന്റെ അല്ല, പൊതുവെ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ. പക്ഷെ രാജു ഇത് എപ്പോഴും അപ്ലൈ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ നിങ്ങളുടെ ഈ പൃഥ്വിരാജ് ആയിട്ടുള്ള ഒരു ലോങ് അസോസിയേഷൻ കൂടെ ഉണ്ടല്ലോ, ഇതിൽ ഒരു പോയിന്റ് ഇതൊരു നല്ല കമ്പാനിയൻഷിപ്പ് ആകുമ്പോഴാന്ന് തോന്നുന്നു ഈ കുറച്ചുകൂടി ഈസി ആവുന്നത്, കാര്യങ്ങൾ കുറച്ചുകൂടെ ക്രാക്ക് ചെയ്യാൻ എളുപ്പമാവുന്നത്. ഈ ഒരു കാര്യം വളരെ വളരെ അത്യാവശ്യമാണ്, സത്യസന്ധമായിരിക്കുക എന്നുള്ളത്. രണ്ടുപേരും തമ്മിൽ വളരെ സത്യസന്ധമായിരിക്കുള്ളത് വളരെ അത്യാവശ്യമാണ്. അത് ഈ എനിക്ക് തോന്നുന്നത് നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ, എമ്പുരാൻ എന്ന സിനിമ, ഈ ഗ്രൂപ്പിനകത്ത് മൊത്തത്തിൽ
അങ്ങോട്ട് സത്യസന്ധതയുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല മണിയായാലും ഒരു രാജു അതെങ്ങനെ എന്ന് പറയത്തേ ഇല്ല. ഇന്ന പ്രോബ്ലം ഉണ്ട്, ഇന്നത് നടക്കും, ഇന്നത് നടക്കില്ല. ഇത് ഇങ്ങനെ ഒരു ഓപ്പൺ ഡിസ്കഷൻ വരുമ്പോൾ ഒരു തീരുമാനമെടുക്കുന്ന സംവിധാനം എന്നുള്ളതിലേക്ക് അദ്ദേഹത്തിന് വളരെ എളുപ്പമാണ്. അദ്ദേഹത്തിനെ നമ്മളിപ്പോൾ സൂചിപ്പിച്ച് നിർത്തിയാൽ ഓക്കെ നമുക്ക് നോക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇല്ലാതിരുന്നാൽ അത് അദ്ദേഹത്തിനോട് ചെയ്യുന്ന ചീറ്റിംഗ് ആണ്. അത് ഞങ്ങളുടെ ടീമിലുള്ള ഒരു മനുഷ്യനും അതിന് ചെയ്യില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ഭയങ്കര ക്ലാരിറ്റിയാണ് എല്ലാ കാര്യങ്ങളിലും. അത് നമ്മൾ ഇത് നടക്കും, അല്ലെങ്കിൽ അത് നടക്കില്ല, അല്ലെങ്കിൽ അത് ഇങ്ങനെയാണ്, ഇത് അതേ നടക്കൂ, ആ ഒരു സാധനങ്ങൾ. അപ്പൊ ഇൻ കേസ് അത് നടക്കില്ലെങ്കിൽ പുള്ളിക്ക് വേറെ ആലോചിക്കാം. പുള്ളി കൃത്യമായിട്ട് ഇമ്മീഡിയറ്റ് ആലോചിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആ തീരുമാനങ്ങൾ നമ്മൾ പറയുന്നത് കുറെ മുൻപാണ്. അത് പ്രീ പ്രൊഡക്ഷൻ സമയത്താണ്. അല്ലാതെ നമ്മളല്ലാതെ പറഞ്ഞത് നമ്മൾ പ്രീയിൽ മാക്സിമം വർക്ക് ചെയ്യുന്നു, ലൊക്കേഷൻ നമ്മൾ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ഡിസ്കഷൻ ഇല്ല, വിത്തൗട്ട് ഡിസ്കഷൻ പണി മാത്രം, അത്രേ ഉള്ളൂ. നാളെ രാവിലെ ഇന്ന ഷോട്ട് എടുത്ത് തുടങ്ങുന്നു പറഞ്ഞാൽ നാളെ രാവിലെ ഇന്ന ഷോട്ട് എടുത്ത് തുടങ്ങാനുള്ള എല്ലാ സെറ്റപ്പ് ഉണ്ടാവും. അവിടെ നിന്ന് അങ്ങോട്ടുള്ള സീൻ എല്ലാവർക്കും അറിയാം. ലൊക്കേഷൻ നിൽക്കുന്ന അവിടെ മുതൽ അങ്ങോട്ട് എന്ത് വേണം, എന്ത് പ്രോപ്പർട്ടി വേണം, എന്ത് വേണ്ട എന്നുള്ള എല്ലാ സാധനങ്ങളും എല്ലാ സ്ഥലത്തും കൃത്യമാണ്. ലൊക്കേഷനിൽ ഒന്നും ഡിസ്കഷൻ ഇല്ല, ഷൂട്ട് മാത്രം. അതുകൊണ്ടൊരു അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ ഈ പ്ലാൻ ചെയ്ത ഡേയ്സിൽ അത് ഷൂട്ട് തീരുന്നത്. ഞങ്ങളിത് ആദ്യം 184 സംതിങ് എന്തോ ആദ്യം പ്ലാൻ ചെയ്തു. എല്ലാ സ്ക്രിപ്റ്റും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഇതാണ് പ്രാക്ടിക്കൽ പ്ലാനിങ് ആയിരുന്നു ആദ്യം. പിന്നെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് ആലോചിച്ചു. അപ്പൊ അതൊരു 170 സംതിങ് ഡേയ്സ് ആയി. പിന്നെ ഒരു ഗ്രൂപ്പ് പ്ലാനിങ്ങിലാണ് പിന്നെ വന്നിട്ട് ഈ ഒരു ഡേയ്സിൽ ലോക്ക് ചെയ്ത് ആ ഡേയ്സിൽ തന്നെയാണ് ഓരോ ലൊക്കേഷൻ. ചിലപ്പോൾ ഇപ്പം ഇന്ത്യയിൽ പ്ലാൻ ചെയ്തിരുന്നു ഈ സാധനം. പക്ഷെ എല്ലാവരും കട്ടയ്ക്ക് നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, കട്ടയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫർ ഞാനായിട്ടുള്ള എൻ്റെ അസിസ്റ്റൻസ് ഏറ്റവും ചെറിയ ഇത് മുതൽ അതിന്റെ ഓപ്പറേറ്റിംഗ് ക്യാമറ വരെ ഓടി നടന്ന് പണിതിട്ടുണ്ട്. ഈ ആർട്ട് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ഒരാൾക്കൊരു ഉറക്കമില്ലാതെയാണ് അതിനകത്ത് പണിതിരിക്കുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനൊന്നും സത്യം പറഞ്ഞാൽ ഉറക്കമില്ല. പണ്ട് നമ്മൾ പറയുമ്പോലെ മൂത്രം ഒഴിക്കാൻ പറ്റിട്ടില്ല, അതുപോലെയാണ്. പലപ്പോഴും വിത്തൗട്ട് ബ്രേക്ക് ആണ്, വിത്തൗട്ട് ബ്രേക്സ് ആണ്. അതിലൊന്നും ഒരു കംപ്ലൈന്റും ആർക്കും ഇല്ല. നമ്മളിപ്പോ തമാശക്ക് ഇന്നും വിത്തൗട്ട് ആയിരിക്കും അല്ലേ എന്ന് ചോദിക്കില്ലാതെ ഒരു കംപ്ലൈന്റും ആർക്കും. കാരണം അത് എൻജോയ് ചെയ്യണം എല്ലാവരും. കാരണം നമ്മളൊരു നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട്. എല്ലാവർക്കും ഒരുമിച്ച് നിന്നാലേ ഇത് പ്രാക്ടിക്കൽ ആവുള്ളൂ. കേരളത്തിന്റെ പുറത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, ഔട്ട് ഓഫ് ഇന്ത്യ ഷൂട്ട് ചെയ്യുന്നു. അപ്പം ഓരോ സ്ഥലത്തും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഇത്ര ദിവസമാണെന്ന് പറഞ്ഞാൽ ആ ദിവസം കറക്റ്റ് ആണ്, ആ ദിവസത്തിനുള്ളിൽ തീരുവാണ്. അതിനകത്ത് ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ലഡാക്കിൽ മാത്രം സ്നോ വീണിട്ട് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായി. ബാക്കി എല്ലാ സ്ഥലത്തും പെർഫെക്റ്റ് ഡേയ്സ്. ഇല്ല, ലഡാക്കിലും ഞങ്ങള് 14 ദിവസം ഷൂട്ട് പ്ലാൻ ചെയ്തു. 14 ദിവസം ഷൂട്ട് അവിടുന്ന് റാപ്പപ്പ് ആയി. അതിന്റെ കാരണം 3 ദിവസം ഞങ്ങൾക്ക് പോയി. ഒരു ദിവസം ടോട്ടലി സ്നോ കൊണ്ടുപോയി, നമുക്ക് ഷൂട്ടേ പറ്റില്ല. ബാക്കി 2 ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയത് ഒരു ഷോട്ടോ 1.5 ഷോട്ടോ കൊണ്ടാണ് ബാക്കി 2 ദിവസം. എന്നിട്ട് നമ്മൾ 14 ദിവസം നമ്മുടെ ഒരു ടാർഗറ്റ് പിന്നെ അതായിരുന്നു. അപ്പോ നമ്മൾ എന്ത് ചെയ്തെന്ന് പറയാം, പിന്നീട് നമുക്ക് കുറച്ച് ലെങ്തി ഷോട്ട് ഇപ്പം 2 ദിവസം ഒരു 4 ദിവസം വേണമെന്ന് വിചാരിക്കുക. ഞങ്ങളത് 3 ദിവസമായിട്ട് പ്ലാൻ ചെയ്യും. അപ്പോ ആ 4 ദിവസം എടുക്കാനുള്ളത് 3 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ വേണ്ടി ഇത് വരും. ഇൻ കേസ് കൂടിയാലും ഒരു 1/2 ദിവസം ചിലപ്പോൾ കൂടാം. അങ്ങനെ കൂടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പൊ അങ്ങനെ എല്ലാവർക്കും അതിനകത്തൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. മാത്രമല്ല നമ്മളുടെ ഈ ഓരോ ഷെഡ്യൂളും 10 ദിവസം ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് അടുത്തൊരു പ്രോഗ്രാം ഉണ്ട് നമുക്ക്. ഒന്നല്ലെങ്കിൽ ലൊക്കേഷൻ അല്ലെങ്കിൽ റെക്കിയ സാധനം ഉണ്ട്, അത് പ്ലാൻ ചെയ്താലാണ് പിന്നെ അടുത്ത ബ്രേക്ക് വരുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ആ ഡേയ്സിൽ ചിലപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ പോയേ പറ്റുള്ളൂ എന്തായാലും, അപ്പോൾ അതിനുള്ളിൽ തീർക്കണം എന്തായാലും. അങ്ങനെയുള്ള ഭയങ്കര ടാർഗറ്റ് അജണ്ടകൾ ഉണ്ടായിരുന്നു അതിനകത്ത്. ഇപ്പൊ സ്റ്റീഫൻ പറയുന്നു, ഈ പല സീക്വൻസുകളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു മോഹൻലാൽ എന്ന ആക്ടർ പലയാവർത്തി പല ആളുകൾ പല ക്യാമറ പേഴ്സൺസിന്റെ കണ്ണിലൂടെ പല രീതിയിൽ നമ്മൾ കണ്ടതാണ്. ഈ വീണ്ടും ഇപ്പോൾ 2 തവണ അല്ലെങ്കിൽ 3 തവണ ഈ മോഹൻലാൽ എന്ന ആക്ടർ റിപ്പീറ്റഡ്ലി ലെൻസിലൂടെ കാണുന്നു, ഫ്രെയിമിൽ ഈ വ്യൂ ഫൈൻഡറിലൂടെ കാണുന്നു, പല ഷോട്ടുകളിൽ പല മൂവ്മെന്റുകളിൽ. എന്താ ഒരു റിഫ്രഷിങ് ഹൈ എന്നൊക്കെ പറയുന്ന പോലെ മോഹൻലാൽ പിന്നെയും ഇതില് 2-3 കാര്യമാണ്. നമ്മളിപ്പം കടപ്പുറത്ത് നിൽക്കത്തില്ലേ, ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് കടപ്പുറം മടുത്തിട്ടുണ്ടോ? ഇല്ല. ആനയുടെ മുമ്പ് ചെന്ന് നിൽക്കും, ഏതെങ്കിലും ദിവസം മടുക്കാറുണ്ടോ? ഇല്ല. ലാൽ സാറിന് അതുപോലെ തന്നെയാണ്. ഒരു ദിവസം പോലും
ഒരു എക്സാക്ട് ഒരു നിമിഷം പോലും നമുക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് ഇങ്ങനെ ഇരിക്കും. എത്ര വേണമെങ്കിലും നമുക്ക് ബോറടിക്കാതിരിക്കാൻ പറ്റും, എത്ര വേണമെങ്കിലും. ഇപ്പൊ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും. അത് ഒരു തരത്തിലും ഒരു മടുപ്പുണ്ടാകാത്ത, നമുക്ക് ഓരോ സമയവും നമുക്കിങ്ങനെ ലൊക്കേഷനിൽ വരുമ്പോൾ കാണണം. ലൊക്കേഷൻ എനർജി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും നമുക്കിടയിൽ. പുള്ളിപ്പം എവിടെയെങ്കിലും മറ്റേ മിക്കപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാറില്ല. അപ്പം എന്തെങ്കിലും തിരക്കാണ് ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും പുള്ളിനെ നോക്കിക്കൊണ്ടിരിക്കും. അത് അല്ല, അതൊരു എന്താ പറയാ, ഒരു പവർഫുൾ നമ്മളത് ആ ഓറയാണ്, നമുക്കറിയില്ല എന്താണ് സംഗതി, ഓറയാ. അല്ല, പലരും പലയാവർത്തി പറഞ്ഞിട്ടുണ്ട് ഓറയെ പറ്റി. അല്ല, സീരിയസ്ലി ഓറയാ. ഇപ്പം കമൽ സാറ് ഇതുപോലെ വന്നിരുന്നാൽ, കമൽ സാറ് ഒരു ലൊക്കേഷൻ നമ്മുടെ അടുത്തിരിക്കാൻ ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ തന്നെ ഇരിക്കും, നമ്മളവിടെ നോക്കിയിരിക്കും. അത് വേറൊരു ഓറയാ. അങ്ങനെ കുറച്ചു പേർക്ക് അങ്ങനെ ഒരു ഓറ ഉണ്ട്, കുറച്ചു പേർക്ക് അതില്ല. നമ്മളെയൊക്കെ ആരെങ്കിലും നോക്കാറുണ്ടോ? അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു സിനിമയുടെ പാർട്ടാവുന്നു, അത് ഡെലിവർ ചെയ്തു, ഓഡിയൻസിലോട്ട് ഇത് കൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നം കണ്ടതെല്ലാം വരുന്നു. ഈ എമ്പുരാൻ എന്ന സിനിമ വരുന്ന പോയിന്റിൽ നിന്ന് ഇനി ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് സ്റ്റേജ്, അല്ലെങ്കിൽ ഈ സിനിമ കൊണ്ട് ഇനി എന്തായിരിക്കും ഇവിടെ ഒരു മാറ്റം, അത്തരത്തിൽ കൺവിക്ഷൻസ്, വിഷൻസ്, അങ്ങനെ പ്ലാൻസ് ഇൻഡസ്ട്രിക്ക് ഒരു മാറ്റം സംഭവിക്കുന്നു. ഇതിപ്പോ എമ്പുരാൻ എങ്ങനെയാണ് നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് ഭയങ്കര വൃത്തിയായിട്ട് ഫിലിമാകുന്നത്? ഇപ്പം ഇത്രയും കൺട്രീസിൽ നമ്മൾ മലയാള സിനിമ റിലീസ് ചെയ്തിരിക്കണം. മലയാള സിനിമയുടെ ടിക്കറ്റ് വിൽപ്പന എന്ന് പറയുന്നത് ഭയങ്കര റെക്കോർഡായിട്ട് പോകുന്നത്. സോ ഇതെല്ലാം നമ്മുടെ ഡിജിറ്റൽ എറയിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന, കാലാകാലങ്ങൾ ഇവിടെ തന്നെ കിടക്കുന്ന ആ റെക്കോർഡ് അങ്ങനെ പതിഞ്ഞു കിടക്കുന്ന, ചരിത്രമായി കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ തന്നെ ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു റീച്ച് എവിടെയൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ റീച്ച് ഇപ്പം കേരളത്തിന് അറിയപ്പെടുന്നത് തന്നെ ഇത്തരം സിനിമകൾ കൂടി ആയിക്കൂടെ? ഇനി ചിലപ്പോ എന്റർടൈൻമെന്റ് അങ്ങനെ ആഗ്രഹിക്കുന്ന കക്ഷികൾക്ക് കേരളത്തിന് അറിയപ്പെടുന്നത് കേരളം എന്നൊരു സ്ഥലമുണ്ട് എന്ന് പോലും ഇത്തരം ഈ എമ്പുരാൻ വഴി അറിയപ്പെടുന്ന ആൾക്കാരുണ്ടാവാം. അതൊരു ഭയങ്കര അച്ചീവ്മെന്റ് അല്ലേ? നമുക്കിപ്പോ ഇതുപോലെ നമ്മളൊരു വേറൊരു പുതിയ പ്രോഡക്റ്റ്, ഒരു കൈൻഡ് ഓഫ് വേറൊരു നെറേറ്റീവിൽ നമ്മളൊരു സാധനം ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം സെയിൽ ചെയ്യാൻ പറ്റുന്നതല്ലേ. ഇന്ന സ്ഥലത്ത് മലയാള സിനിമ നേരത്തെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഒരു പ്രോഡക്റ്റ് ആണത് എന്ന് പറഞ്ഞാൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതിന്. അതാണ് എന്റെ മാർക്കറ്റ് ഓപ്പണിംഗ്. ഈ മാർക്കറ്റ് ഓപ്പണിംഗ് അപ്പുറത്തോട്ടും ഈ പറഞ്ഞ ടെക്നിക്കലി നിങ്ങൾ എടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളെല്ലാം അതും ഒരു ബെഞ്ച് മാർക്ക് പോലെ ഇനി മുന്നോട്ടുള്ള. ഇപ്പൊ നമ്മള് കൊറിയൻ സിനിമാറ്റോഗ്രഫിയെ കുറിച്ച് പറയാറുണ്ട്, അല്ലെങ്കിൽ ചില ഫ്രഞ്ച് സിനിമാറ്റോഗ്രഫി പറയാറുണ്ട്. പലതരത്തിൽ നമ്മൾ ഇപ്പൊ മദീന എന്ന് പറഞ്ഞൊരു മൂവി ഭയങ്കര ചർച്ച ചെയ്യുന്നു. അത് അങ്ങനെ ഒരു സാധനം ഒരു എക്സ്പെരിമെന്റ് അവർ ചെയ്തു, അത് നമുക്ക് റീച്ചായി. ഈ സിംഗിൾ ഷോട്ട്സ് അത് റീച്ചായി. ഇപ്പൊ അഡലസൻസ് നമ്മൾ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നു, അത് അങ്ങനെ സിംഗിൾ ഷോട്ടിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. പക്ഷെ ഇപ്പം സ്ക്വിഡ് ഗെയിം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. അല്ല, ഇപ്പൊ ഈ സിംഗിൾ ഷോട്ട് പറയുമ്പോഴും സിംഗിൾ ഷോട്ട് ഒരു ടെക്നിക്കായി വെച്ചിട്ട് ഭംഗിയെ സ്റ്റിച്ച് ചെയ്യുന്ന ഈ ടെക്നിക്ക് അത് നേരത്തെ ഉണ്ട്. 1917 അങ്ങനെ ബേർഡ്മാൻ അതായിരുന്നു. ഡീക്കിൻസ് 1917 ഭയങ്കര രസമായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയ സിനിമ ഒക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മാർക്കറ്റിനോട് സംസാരിച്ചുകൊണ്ട് സിനിമയെ ബാക്കപ്പ് ചെയ്ത ഈ പറഞ്ഞ പ്രൊഡക്ഷൻ, ആന്റണി പെരുമ്പാവൂർ, പുള്ളിയുടെ സപ്പോർട്ട് ഇനീഷ്യൽ ഐഡിയ മുതൽ ഇതിനൊരു ഫ്രാഞ്ചൈസി ബിൽഡിങ്, 3 പാർട്ട്, എല്ലാത്തിലും ഈ ഫ്യൂവലായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങളുടെ ഈ ലോങ് ജേണിയിൽ 143 ഡേയ്സും നിങ്ങളെ പമ്പ് ചെയ്യുന്ന എനർജി ആയിട്ടും പുള്ളി ഉണ്ടാവാം, പുള്ളിയുടെ പ്രസൻസ് ഉണ്ടാവാം. ഈ ആന്റണി പെരുമ്പാവൂർ ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ കമ്പാനിയൻ എങ്ങനെയാ ശരിക്കും? ആന്റണി ചേട്ടനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ ആന്റണി ചേട്ടൻ ശരിക്കും ഞങ്ങളുടെ ഒരു റോൾ മോഡലാണ് ശരിക്കും. എന്നുവെച്ചാല് ഇത്രയും വലിയൊരു സിനിമനെ പുള്ളി മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങളൊക്കെ എൻട്രി ആവുന്നത് ഇതിലേക്ക്, സിനിമയിലേക്ക്. അയാളുടെ ഒരു എന്താ പറയാ, ഒരു പവർ തന്നെയാണ് ഈ സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്ന. ലൂസിഫർ എന്ന് പറയുന്ന സിനിമ നമ്മൾ അന്ന് ചെയ്തപ്പോ ഏകദേശം 30 കോടിക്ക് മുകളിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. അന്ന് ആ ദിവസങ്ങളിൽ 30 കോടിക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു സിനിമ ഇല്ല. അത് ഈ കണ്ടന്റ് കേൾക്കുമ്പോൾ അതിനകത്ത് പിന്നെ ഒരു സംവിധാനം കുറിച്ച് നമുക്കൊരു വിശ്വാസം ഉള്ളപ്പോൾ ലാസ്റ്റ് അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടാണല്ലോ പുള്ളി അത് ഓക്കെ കുഴപ്പമില്ല. അന്ന് ഏകദേശം 20 കോടിക്ക് താഴേക്ക് സാധാരണ വലിയ സിനിമകൾ വരുന്നുള്ളൂ. അപ്പോഴാണ് ഇതൊരു 30 കോടി മുകളിൽ എന്ന് പറയുമ്പോൾ ഇത് എവിടുന്ന് നമുക്ക് കളക്ട് ചെയ്യുന്ന ഒരു ധാരണ ഉണ്ട്. അവിടെ അത് പുള്ളിയുടെ ഒരു ബ്രില്യൻസ് ആണത്. പുള്ളി കാണുന്ന കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ പുള്ളിയുടെ
ലീസ്റ്റ് പരിപാടികളാണെന്ന് തോന്നുന്നു. പുള്ളി കാണുന്ന കാഴ്ചപ്പാട് ഇതിലൊക്കെ അപ്പുറമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ പുള്ളി ഇല്ലെങ്കിൽ ഇത് ഇങ്ങനൊരു സിനിമ ചിന്തിക്കാൻ പറ്റില്ല. മലയാളികൾക്ക് ഇങ്ങനൊരു സിനിമ നടക്കില്ല. പുള്ളി ഈസ് ദ ഓൺലി വൺ പേഴ്സൺ. അതിപ്പോ ലാൽ സാറ് സമ്മതിക്കുന്നു എന്നുള്ളതിലുപരി പുള്ളിക്കത് കൺവിൻസിങ് ആയിട്ട് തോന്നി. ദെൻ ഇതിനകത്ത് ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഇന്നതുപോലെ ചെയ്യാൻ പറ്റുമായിരിക്കും എന്നൊരു അറിയത്തോലുമില്ല. ചെയ്യാൻ പറ്റുമായിരിക്കുന്ന ഒരു തോട്ട് പ്രോസസ്സ് വന്ന് അത് ഇതുവരെ കൊണ്ടെത്തിച്ചില്ലേ. ഇപ്പോ ദുബായിൽ ഞാൻ അറിയുന്നത്, ദുബായിൽ ഏകദേശം 66 ഒരൊറ്റ ദിവസം 67 ഷോ കണ്ട ഒരൊറ്റ ദിവസം ഉണ്ട്. അത് അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തൊരു മിഷനാ അത്. അല്ല, ഓൾ വേൾഡിൽ ഇപ്പൊ അമേരിക്കയിൽ ഓൾ വേൾഡ് റിലീസ് ചെയ്യുന്നുണ്ട് അത്രയും. പിന്നെ ഒബ്വിയസ് നമ്മള് ലൊക്കേഷനിൽ ഞാൻ 2 ലൈറ്റ് കൂടുതൽ വെച്ചാൽ പുള്ളിക്ക് പ്രശ്നം ഉണ്ടാവും, പുള്ളി 2 ഇതെടുത്താൽ പുള്ളിക്ക് പ്രശ്നം ഉണ്ടാവും. അത് അതൊരു സ്വാഭാവികമാണ്. ഇപ്പോ ഞാൻ ലൈറ്റ് എടുക്കുന്നതോ പുള്ളി വേറെന്തെങ്കിലും ആവശ്യപ്പെടുന്നതോ ഒക്കെ നമ്മളൊരു നറേഷന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ആവശ്യപ്പെടുന്നത്. ആ നറേഷനകത്ത് നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ല ആവശ്യപ്പെടുന്നത്. അത് പുള്ളിക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് കൺട്രോൾ ചെയ്യാന്നുള്ള സാധനം പുള്ളിയല്ലേ ചെയ്യേണ്ടത്, വേറെ ചെയ്യേണ്ടത്. അതെപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വലിയ വിഷനും ഉണ്ട് പുള്ളിക്ക്. ഡെഫിനറ്റ്ലി പുള്ളി ഇതല്ലേ വേറെ എന്തെങ്കിലും വലിയൊരു പരിപാടിയൊക്കെയാണ് പുള്ളിയുടെ മനസ്സിലുണ്ടാകുന്ന എനിക്ക് ഉറപ്പാണ്. കാര്യം ഇതൊക്കെ പുള്ളിക്ക് ഇത്രയും വലിയൊരു സിനിമ ചിന്തിക്കാൻ പറ്റുള്ളൂ. അത് ഭയങ്കര ചിന്ത തന്നെയാണ്. അതൊരു കട്സാ. എല്ലാവരും അങ്ങനെ എടുത്തു ചാടി അങ്ങനെ ചെയ്യില്ല. ഇപ്പം ഒരുപാട് ലൊക്കേഷനുകൾ, ഇതുപോലെ ഹെലികോപ്റ്റർ, എല്ലാം സെറ്റുകളാണ്. ഒരുപാട് സെറ്റ് നാച്ചുറൽ ഇതായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള വല്ല റോഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ സെറ്റുകളാണ്. പിന്നെ എല്ലാ സെറ്റുകളും ഇപ്പം ചില സെറ്റുകളൊക്കെ മാസങ്ങളോളം വർക്ക് ചെയ്തിട്ടൊക്കെയാണ് അതിന്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ ആ ക്രൂവിനൊക്കെ ഹോൾഡ് ചെയ്യുക, ആ സെറ്റ് ഹോൾഡ് ചെയ്തിട്ടുണ്ട് മഴ വന്നിട്ട്. അപ്പൊ അത് ഗുജറാത്തിലെ സെറ്റ് നമ്മൾ അങ്ങനെ ഹോൾഡ് ചെയ്തു. മഴ വന്നിട്ട് ഒരിക്കലും മഴ വന്നിട്ട് നമ്മളൊരു 8 ദിവസമൊക്കെ നമ്മള് വെയിറ്റ് ചെയ്യാണ്. മഴ പ്രൊഡ്യൂസർ തന്നെ പറയണം, ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, നമുക്ക് എല്ലാവരും കൂടി തിരിച്ചു വന്നിട്ട് പിന്നെ പോകുന്നതിനേക്കാൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ലാൽ സാർ വെയിറ്റ് ചെയ്യുന്നു. അത് ഭയങ്കര ഒരു വല്ലാത്തൊരു വിഷൻ തന്നെ പ്രൊഡ്യൂസറുടെ. എനിക്കൊന്ന് ഈ അതുപോലെ തന്നെ ഇതിലെ വെപ്പൺസ് യൂസ് ചെയ്യുമ്പോഴുള്ള ഈ KA മാർക്കിംഗ്, പിന്നെ ഖുറേഷി അബ്രാമിന്റെ റിങ്, ഇതെല്ലാം എല്ലാവരും ടീച്ചർ ട്രെയിലർ എനിക്ക് തോന്നുന്നു ലൂസിഫറിന്റെ ട്രെയിലർ മുതലേ നോട്ടീസ് ചെയ്യേണ്ടതാണ്. ഈ KA മാർക്കിംഗ്, ആ ലോഗോ ഫൈനലൈസ് ചെയ്യുന്നത്, റിങ്ങിലെ ആ പരുന്തിനെ ഡിസൈൻ ചെയ്യുന്നത്. റിങ്ങിലെ പരുന്ത് നമ്മുടെ സുജിത് സുധാറിന്റെ ഏരിയയാണ്. പരിപാടി ഡിസൈൻ ചെയ്ത് നമ്മളുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് പരിപാടിയാണ്. അത് നമ്മള് ഒരു ഡിസൈൻ ഉണ്ടാക്കി ഡയറക്ടറെ കാണിക്കുന്നു. അപ്പോൾ പുള്ളിക്ക് ഓക്കെ വന്നു, അത് നമ്മൾ ഫോളോ ചെയ്യുന്നു. ഈ ഇപ്പം ലൂസിഫറിലും ഉണ്ട് നമ്മളത് കാണിക്കുന്നുണ്ട്. എനിക്കൊന്നും എമ്പുരാനാണ് കുറച്ച് കൂടുതൽ കാണിക്കുന്നത്. ഓരോ അതും കെയുടെ ഗണ്ണുകളാണ്. അതിന്റെ ഒരു ഫിനിഷിംഗ് നമ്മളത് നോർമലി കാണുന്ന പിസ്റ്റൾ റിവോൾവറൊക്കെ അപ്പുറത്തേക്ക് അതിന്റെ കളർ ഈ കെയുടെ ഗണ്ണിനെല്ലാം നമ്മളൊരു ഐവറി ഫോളോ ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂ കാണുന്നവരും ക്യൂരിയോസിറ്റി ആയിരിക്കും L3നെ പറ്റിയിട്ടുള്ളത്. ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ പാർട്ട് ഓക്കെ. L3 അതിലുണ്ടല്ലോ, L3 ദ ബിഗിനിങ് എന്ന് പറഞ്ഞുണ്ടല്ലോ. അപ്പൊ L3 ഉണ്ടാവുമല്ലോ, ഉറപ്പായിട്ട് L3 ഉണ്ടാവട്ടെ. അതങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. L3 ഉണ്ടാകും. L3 കുറച്ചൊരു വിപുലമാണ്. പക്ഷെ എന്നാലും അതിനിപ്പോ നമ്മളിപ്പോ രണ്ടുപേരും ഡിസ്കസ് ചെയ്യാൻ ആളല്ല, അങ്ങനെ ഒരാളല്ല. അപ്പം അതിന് കൃത്യമായിട്ട് അതിന്റെ ഡയറക്ടർ ഉണ്ടാവും, പ്രൊഡ്യൂസർ ഉണ്ടാവും, ആക്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ റൈറ്റർ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ തന്നെ അറിയും. അവസാനമായിട്ട് ചോദിക്കുകയാണ്, ഈ പറഞ്ഞ നമ്മൾ ഇത്രയും ഇതൊക്കെ പറഞ്ഞു, എമ്പുരാൻകുടി ഇൻഡസ്ട്രിയുടെ മാറ്റങ്ങളൊക്കെ പറഞ്ഞു. മലയാള സിനിമ ഇൻഡസ്ട്രി നിങ്ങൾ അതിന്റെ പാർട്ടായിരിക്കെ ഈ ഇൻഡസ്ട്രിയുടെ ഒരു ഫ്യൂച്ചറിനെ പറ്റി നിങ്ങളുടെ വിഷൻ എന്തായിരിക്കും? ലൈക്ക് നമ്മളുടെ റെപ്രസെൻറ്റേഷൻ കൂടണോ, ഇവിടെ ഇനിയും പുറത്തുനിന്നുള്ള ഔട്ട്സോഴ്സിങ്, ഈ പല മൾട്ടിപ്പിൾ കൊളാബറേഷൻസ്, എന്താണ് ശരിക്കും നിങ്ങൾക്കൊരു മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു ഫ്യൂച്ചർ ജേണിയെ പറ്റിയുള്ളൊരു വിഷയം? ഡെഫിനറ്റ്ലി ഇൻഡസ്ട്രി വലുതാവണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് പറയും പോലെ ഫണ്ടിങ് ഉണ്ടാവണം. IF ഫണ്ടിങ് വന്നാലാണ് IF വളരുള്ളൂ. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലേക്ക് ഫണ്ട് വന്നാലാണ് സിനിമ വളരുള്ളൂ. ആ ഫണ്ട് നല്ല സിനിമകൾ കൊടുത്താൽ കാണാൻ ഇവിടെ ആൾക്കാരുണ്ട്, മേടിക്കാൻ ആവശ്യക്കാരുണ്ട്. കച്ചവടം എല്ലാ സമയത്തും നടക്കും. എന്താണോ ആവശ്യക്കാർക്ക് വേണ്ടത്, അതായത് ഇപ്പൊ ഇവിടുന്ന് ഒരു മാർക്കോ എന്ന് പറഞ്ഞൊരു ഫിലിം വന്നു. മാർക്കോ ഹിന്ദിയിലൊക്കെ വളരെ നന്നായിട്ട് ടച്ച് ചെയ്യപ്പെട്ടതല്ലേ. അതിപ്പം അതിന്റെ കണ്ടന്റിന്റെ ഒരു വാല്യൂ ആണ്. എന്താണ് അതിന്റെ വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ്.
അത് അതിൻ്റെ ഒരു മറ്റേ ഏറ്റവും നല്ല ബ്ലഡ് ഷെഡിന്റെ ഇതാണോ അങ്ങനെ ഒരു വാല്യൂ, വയലൻസിന്റെ ആണോ വാല്യൂ, അതല്ല, അതൊരു മാജിക് അവിടെ നടക്കുന്നു. ആ മാജിക്കിലേക്ക് എത്തിപ്പെടാൻ അതിനകത്തൊരു എൻ്റെ ഒരു സബോണായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, ആക്ടർ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് ആൾക്കാർ വന്നുകൊണ്ടിരുന്നാലാണ് മലയാള സിനിമ വളരുള്ളൂ. മലയാള സിനിമയുടെ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഈ 40 രൂപയ്ക്കകത്താണ് അല്ലെങ്കിൽ ഒരു 4 കോടി രൂപയ്ക്കകത്ത് സിനിമകളാണ് മലയാള സിനിമയിൽ എപ്പോഴും ഓടുന്നത്. അതുകൊണ്ട് 4 കോടിയുടെ ആൾക്കാർ വിളിക്കുക, 4 കോടിയുടെ പ്രോജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മലയാള സിനിമ എപ്പോഴും ചതഞ്ഞ് അരഞ്ഞവിടെ കിടക്കത്തേ ഉള്ളൂ. നല്ല 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 കണ്ടന്റ്സ് ഉണ്ടാവും 4 കോടിക്കൊക്കെ, പക്ഷെ അത് എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് നമുക്കും ജനിക്കും. ഇത് ഡിഫറൻസ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കണം, നമുക്ക് ആ പല സ്കെയിൽ വന്നുകൊണ്ടേയിരിക്കണം എപ്പോഴും. അതിപ്പോ മലയാള സിനിമ മാത്രമല്ല കേട്ടോ, എല്ലാ ഇൻഡസ്ട്രിയുടെയും അവസ്ഥ അത് തന്നെയാണ്. മൾട്ടിപ്പിൾ ജോൺറൈസ് വരുമ്പോഴേ ആൾക്ക് ചോയ്സിനുള്ള ഒരു അവസരം കിട്ടിയതാണ് എക്സാക്ട്ലി സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരും. എന്നും മസാല ദോശ കഴിച്ചു കഴിഞ്ഞാൽ ബോറടി. ശരിക്കും ഭയങ്കര മൈൽഡ് ആയിട്ട് നടന്ന ഒരു ഇൻഡസ്ട്രിയാണ് കന്നഡ ഇൻഡസ്ട്രി. ഒരു KGF ഭയങ്കര ലോകത്ത് വേറൊരു എന്താ പറയാ കാന്താര വന്നു. കാന്താര ചെറിയ ബഡ്ജറ്റ് ആണെങ്കിലും മൊത്തം ഇന്ത്യ മുഴുവൻ അത് ഓടി. സോ അവിടെ വീണ്ടും കന്നഡ എന്ന് പറഞ്ഞൊരു ഫിലിം ഇൻഡസ്ട്രി റെപ്രസെന്റ് ചെയ്യപ്പെട്ടു. ഒബ്വിയസ്ലി നമ്മുടെ ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ലക്ഷ്യ ഷെട്ടി അറിയുന്നു, രാജ്ബി ഷെട്ടി അറിയുന്നു, ഋഷഭ് ഷെട്ടി അറിയുന്നു. അഭിനയിച്ചു തുടങ്ങിയില്ലേ? അതെ അതെ, രാജ്ബി ഷെട്ടി വന്ന് ഇവിടെ പാർട്ടാവുന്നു. അത് വന്നു. ഇപ്പം ഇവിടെ ഋഷഭ് ജയ്ഹനുമാൻ എന്നൊരു തെലുങ്ക് ഇതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഹ്യൂജ് ഫിലിം. അപ്പൊ ഇവിടെ നിന്ന് ഒരാള് അവിടെ പോയി അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലേ? അതെന്തുകൊണ്ടാ അതിങ്ങനെ അറിയപ്പെട്ടു? കാന്താര വഴി അറിയപ്പെട്ടതുകൊണ്ടല്ലേ? കാന്താരയ്ക്ക് മുമ്പ് അദ്ദേഹം അറിയാം, പക്ഷെ ആ റീച്ച് കാന്താര വഴിയല്ലേ കിട്ടി. വലിപ്പം ഏരിയ മാറുന്നതിന്റെ we don't know exactly what is the right thing to do that for that. കാന്താര നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അറിയണ്ടാവില്ല, ഓ ഇത് ഇവിടെ വരെ റീച്ച് ആവുന്നു. അതാണ് മാജിക്. സിനിമയിൽ എപ്പോഴും ഇത്തരം മാജിക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാജിക്കിനാണ് നമ്മൾ മുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും തലവര മാറുന്ന ഒരു പ്രസ്ഥാനമാണ് സിനിമ.